ദൈവത്തിൻ്റെ പരിശുദ്ധമായ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ക്രിസ്തുയേശുവിൽ ഏറ്റവും ബഹുമാന്യരായ വൈദിക സഹോദരന്മാരെ, ഇന്ന് യോഗം ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട സാറ്, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന വിശ്വാസികളുടെ സമൂഹമേ, മധുരഗാനങ്ങൾ മനോഹരമായി പാടിക്കൊണ്ടിരിക്കുന്ന പ്രിയ ഗായക സംഘ അംഗങ്ങളെ, ഈ വചനപ്രഘോഷണം ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവർക്കും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ മശിഹാ തമ്പുരാൻ്റെ പരിപാവനമായ പൊന്നുതിരുനാമത്തിൽ സന്ധ്യാവന്ദനം, സ്നേഹവന്ദനം അറിയിക്കട്ടെ. കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ ഈ പള്ളിയുടെ കൺവെൻഷനിൽ വന്ന് 3 ദിവസം ഇവിടെ നിന്ന് ദൈവവചനം നിങ്ങളുമായി പങ്കിട്ട് മടങ്ങിപ്പോയിട്ട് കുറച്ചു നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു പ്രാവശ്യം കൂടെ പരിണയം ഡിസ്ട്രിക്റ്റിൻ്റെ കൺവെൻഷനായി ഇവിടെ വരുവാൻ കർത്താവ് ഭാഗ്യം തന്നു. എല്ലാ സാഹചര്യങ്ങളും ദൈവം ഒരുക്കുന്നതാണ്. ഇന്നിവിടെ ഇങ്ങനെ ചേർന്ന് വരുവാൻ അവസരം തന്നത് ദൈവത്തിൻ്റെ കരുതലാണ്, കരുണയാണ്. സാഹചര്യങ്ങൾ അനുകൂലമാണ്. ഇന്ന് മഴ പെയ്തിട്ടില്ല, തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു, ഇപ്പോഴുമാണ്. പക്ഷേ ദൈവാലയത്തിൽ ആളുകൾ ഒരുപാടൊന്നും വന്നിട്ടില്ല. ഒരു ഡിസ്ട്രിക്റ്റിൻ്റെ കൺവെൻഷൻ എന്ന നിലയിൽ ഈ ചെയറുകളെല്ലാം നിറയേണ്ടതാണ്. വന്നിട്ടില്ല. വരുമായിരിക്കും, വരും. പ്രതീക്ഷയുണ്ട്. പ്രാർത്ഥനയോടെ നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ തന്നെ ശുശ്രൂഷ ആരംഭിക്കാം. നമുക്ക് മുമ്പിൽ ആമുഖം പറഞ്ഞു നിൽക്കാൻ നേരമില്ലല്ലോ. വളരെ വേഗം നിങ്ങളുടെ ശ്രദ്ധ വചനത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ഇന്ന് രാത്രികാലം നമ്മുടെ ധ്യാന ചിന്തയ്ക്ക് വിഷയമാക്കുവാൻ അല്പം മുമ്പ് വായിച്ചു കേട്ട പാഠഭാഗത്തു നിന്ന് ഒരു വചനം നിങ്ങളെ വീണ്ടും കേൾപ്പിക്കാം. പുറപ്പാട് പുസ്തകത്തിലെ 33-ാമത്തെ അധ്യായത്തിൽ നിന്നാണ് ഇന്ന് വായിച്ച് കേട്ടത്. അതിൻ്റെ 1 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങളല്ലോ നമ്മൾ വായിച്ചിട്ടുള്ളത്. അതിലെ 14-ാമത്തെ തിരുവചനം ഇങ്ങനെ വായിച്ചു: എൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരുന്നില്ല. അതിന് അവൻ, എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും എന്ന് അരുളി ചെയ്തു. പ്രാർത്ഥിക്കാം. തലകളെ വണക്കാം, കണ്ണുകളെ അടയ്ക്കാം. ഹല്ലേലൂയ. കരുണാസമ്പൂർണനായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല കർത്താവേ, ഭാഗ്യകരമായ ഈ നല്ല സന്ധ്യാകാലത്തിനായി നന്ദിയോടെ സ്തോത്രം. ദേശത്തിൻ്റെ പല ഭാഗങ്ങളിൽ, പല ഭവനങ്ങളിൽ, പല ബദ്ധപ്പാടുകളിലായിരുന്ന ഞങ്ങളെ ഒരുമയോടും ഒരുക്കത്തോടും കൂടെ ആലയത്തിൻ്റെ പരിശുദ്ധിയിലേക്ക് കൂട്ടിവരുത്തുവാൻ അവിടുന്ന് തന്ന സ്നേഹത്തിനും കരുതലിനുമായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങളാരും ഞങ്ങളുടെ യോഗ്യത കൊണ്ട് ഇന്നിവിടെ വന്നിട്ടുള്ളതല്ല. അവിടുത്തെ കൃപയാൽ ഞങ്ങളെ കൊണ്ടുവന്നിട്ടുള്ളതാണ്. പാദപീഠത്തിലിരുന്ന് തിരുമുഖത്തേക്ക് നോക്കുന്ന നിൻ്റെ മക്കളോട് മനസ്സലിവ് തോന്നണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വായിച്ച് സമർപ്പിച്ച വേദഭാഗത്ത് മറഞ്ഞു കിടക്കുന്ന മർമ്മങ്ങളെ മറനീക്കി വ്യാഖ്യാനിച്ച് ഞങ്ങളെ പഠിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രി തിരുവചനത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരായി മടങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾ ബലഹീനരാണ്, കുറവുള്ളവരാണ്, പരിമിതികളുള്ളവരാണ്. എന്നാൽ ദൈവമേ, നിൻ്റെ വലിയ സ്നേഹത്തിൽ ഞങ്ങളെ ചേർത്ത് പിടിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ലെന്ന് അരുളി ചെയ്ത കർത്താവേ, നിൻ്റെ സ്വർഗീയ സാന്നിധ്യം സദാസമയവും അനുഭവിപ്പാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ ദാസൻ ബലഹീനനെന്ന് അവിടുന്ന് അറിയുന്നുവല്ലോ. അടിയൻ്റെ ബലഹീനതയിൽ അവിടുത്തെ കൃപ തികഞ്ഞ് വരേണമേ. മഹത്വമെല്ലാം കർത്താവ് എടുക്കണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾ നിനക്കും ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ഹല്ലേലൂയ പറയുന്നുണ്ടെങ്കിലും ഇവിടം വരെ എത്തുന്നില്ല. അപ്പോൾ സ്വർഗത്തിൽ അത് എത്തുമോ എന്നെനിക്ക് ആശങ്കയുണ്ട്.
ചില മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്നപ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് സീരിയസ് ആയിട്ട് ഇരുന്നാണ് യോഗ ആരംഭ ദിവസം തുടങ്ങിയത്. ഞാൻ പറഞ്ഞു ഇത്രയും മസിൽ പിടിക്കരുത് ദൈവം മുമ്പിൽ ഇരിക്കുമ്പോഴെന്ന്. നിങ്ങളൊക്കെ കുറേ റിലാക്സ് ചെയ്തിരിക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ പോയത്. 5-6 മാസം കൊണ്ട് നിങ്ങൾ വീണ്ടും നന്നായിട്ട് മസിൽ പിടിക്കാൻ പഠിച്ചിരിക്കുന്നു. എന്തിനിങ്ങനെ മസിൽ പിടിക്കണം? എനിക്കിപ്പോൾ തോന്നുന്നത് ഇനി വരില്ലെന്ന് നിങ്ങൾ വിചാരിച്ച് പറഞ്ഞയച്ച അച്ഛൻ പിന്നെയും വന്നതിൻ്റെ ബുദ്ധിമുട്ടാണ് നിങ്ങൾ പ്രകടിപ്പിക്കുന്നതെന്നാണ്. കുറച്ചുകൂടെ ഒന്ന് പ്രസാദിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം, ദൈവമായ കർത്താവ് മോശയോട് സംസാരിക്കുകയാണ്. എൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും. സ്നേഹമുള്ളവരെ, സംഭവത്തിൻ്റെ പശ്ചാത്തലം നിങ്ങൾക്കറിയാമെന്ന് അച്ഛൻ വിചാരിക്കുകയാണ്. മിസ്രയീമിലെ അടിമ വീട്ടിൽ നിന്ന് കുരളറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ രക്തത്തിൻ്റെ മുദ്രയാൽ സംഹാരദൂതൻ്റെ വാളിൽ നിന്ന് വിടുവിക്കപ്പെട്ട ഇസ്രയേൽ ജനം ദൈവത്താൽ വഴി നടത്തപ്പെട്ട് മരുഭൂമിയിലൂടെ സഞ്ചരിച്ച് സിനായി മലയുടെ താഴ്വരയിൽ എത്തി നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അവിടെ വച്ച് ദൈവം മോശയോട് പറഞ്ഞു, മോശേ, നീ പർവ്വതത്തിലേക്ക് കയറി വരിക, ഞാൻ ഇസ്രയേലിൻ്റെ ഭരണക്രമങ്ങൾ എന്തായിരിക്കണമെന്ന്, ന്യായപ്രമാണം എന്തായിരിക്കണമെന്ന് നിന്നെ പഠിപ്പിക്കാം. ദൈവത്തിൻ്റെ ആഹ്വാനമനുസരിച്ച് മോശ ദീർഘദർശി പർവ്വതത്തിലേക്ക് കയറിപ്പോയി. 40 രാവും 40 പകലും മോശ ദൈവത്തോട് കൂടെ പർവ്വത മുകളിൽ ഇരുന്നു. ഈ 40 ദിവസം അവന് വിശന്നില്ല, അവൻ ദാഹിച്ചില്ല, അവൻ ഭക്ഷിച്ചില്ല, അവൻ പാനം ചെയ്തില്ല. വിശപ്പും ദാഹവും അറിയാതിരിക്കത്തക്കവണ്ണം വിശപ്പ് ശമിപ്പിക്കുന്നവനും ദാഹം തീർക്കുന്നവനുമായ തമ്പുരാൻ്റെ സാന്നിധ്യം അനുഭവിച്ച് ഇരുന്നതുകൊണ്ട് മോശയ്ക്ക് മറ്റു വികാരങ്ങളൊന്നും ഉണ്ടായില്ല. ഒരുപക്ഷെ ദൈവ സാന്നിധ്യത്തിൻ്റെ പരിപൂർണമായ അനുഭവത്തിലൊരു വ്യക്തി ഇരിക്കുന്നുവെങ്കിൽ ആ വ്യക്തിക്ക് മറ്റൊന്നിനെക്കുറിച്ചും വിചാരങ്ങൾ ഉണ്ടാകില്ല. മുഴുവൻ സമയവും ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ നിഴലിൽ ആനന്ദത്തോടെ ഇരിപ്പാനാകും. മോശ ഇങ്ങനെ ദൈവസന്നിധിയിലിരുന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ താഴ്വരയിൽ വലിയൊരു അനർത്ഥം നടക്കുകയായിരുന്നു. മോശയെ കാണാതിരുന്നപ്പോൾ ഇസ്രായേൽ ജനം കലഹമുണ്ടാക്കാൻ തുടങ്ങി. മോശ ഒരുത്തൻ വന്ന് ഞങ്ങളെ മിസ്രയീമിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവന്നു, മോശ എവിടെ? മോശ പറഞ്ഞ ദൈവമെവിടെ? ഞങ്ങൾക്ക് ആരാധിക്കാൻ ഒരു ദൈവം വേണം, ഉടനെ ഒരു ദൈവത്തെ ഉണ്ടാക്കിത്തരിക. ജനത്തിൻ്റെ ബഹളം ഉച്ചസ്ഥായിയിലെത്തിയപ്പോൾ അപ്പോൾ ജനത്തിൻ്റെ മേൽ മോശയ്ക്കു വേണ്ടി ന്യായപാലനം ചെയ്തുകൊണ്ടിരുന്ന അഹരോൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ പൊന്നാഭരണങ്ങളൊക്കെ എനിക്ക് തരിക. ഈ പൊന്നാഭരണങ്ങളെല്ലാം കൂടെ ശേഖരിച്ചു വച്ചിട്ട് അഹരോൻ അതുകൊണ്ടൊരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി. ഈ കാളക്കുട്ടിയെ ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ച് വച്ചിട്ട് ഇസ്രായേൽ ജനം അതാണ് തങ്ങളെ വിടുവിച്ച ദൈവമെന്ന് സങ്കല്പിച്ച് അവിടെ വലിയ ആരാധനകൾ നടത്താൻ ആരംഭിച്ചു. അവർ ആർപ്പിടുവാനും നൃത്തം ചെയ്യുവാനും തുടങ്ങി. ദൈവം മോശയോട് പറഞ്ഞു, മോശെ, താഴ്വരയിൽ വലിയ അനർത്ഥം നടക്കുകയാണ്, നീ ഉടനെ താഴ്വരയിലേക്ക് ഇറങ്ങിച്ചെല്ലണം. ദൈവമായ കർത്താവ് സ്വന്തം കൈകൊണ്ട് വെട്ടിയെടുത്തതും സ്വന്തം വിരൽ കൊണ്ട് എഴുതിയതുമായ 10 കൽപ്പനകൾ ഉൾപ്പെടുന്ന 2 കൽപ്പലകകൾ അവൻ്റെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നീ താഴ്വരയിലേക്ക് ഇറങ്ങിച്ചെല്ലുക. അവൻ താഴ്വരയിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഈ കാഴ്ച കണ്ടവൻ വല്ലാതെ നടുങ്ങി. അങ്ങനെയും ഇങ്ങനെയും ദേഷ്യം വരാത്ത മനുഷ്യനാണ് മോശ. സംഖ്യാപുസ്തകം 12-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്, മോശ സകല മനുഷ്യരിലും സൗമ്യനായിരുന്നു എന്ന്.
ദേഷ്യം വരാത്ത ഒരു മനുഷ്യൻ, കോപം വരാത്ത ഒരു മനുഷ്യൻ, വികാരത്തള്ളലുണ്ടാകാത്ത ഒരു മനുഷ്യൻ, ശാന്തനായൊരു മനുഷ്യൻ, അതാണ് മോശ. പക്ഷേ ആ നിമിഷത്തിൽ മോശയുടെ സകല നിയന്ത്രണവും വിട്ടുപോയി. മോശ ഈ കാഴ്ച കണ്ടപ്പോൾ അവൻ കോപാക്രാന്തനായി തൻ്റെ കയ്യിലിരുന്ന കൽപ്പലകകൾ നിലത്തേക്ക് എറിഞ്ഞു. അവ ഉടഞ്ഞ് തകർന്നുപോയി. ഈ തകർക്കപ്പെട്ട കൽപ്പലകകൾ നമ്മളെ ചില പാഠങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ കരം കൊണ്ട് ചെത്തി മിനുസപ്പെടുത്തി വെട്ടിയെടുക്കപ്പെട്ട ശില, അതിലെഴുതപ്പെട്ട 10 പ്രമാണങ്ങൾ, ഇത് കർത്താവായ യേശുക്രിസ്തുവിനെ സൂചിപ്പിക്കുന്നു. ഈ 2 കൽപ്പലകകൾ, ഒന്ന് അവൻ്റെ ദൈവത്വത്തെയും മറ്റൊന്നവൻ്റെ മനുഷ്യത്വത്തെയും സൂചിപ്പിക്കുന്നു. ഇങ്ങനൊക്കെ വേദശാസ്ത്രജ്ഞന്മാർ വ്യാഖ്യാനിച്ചു വച്ചിട്ടുണ്ട്. സ്നേഹിതരെ, ഈ 2 കൽപ്പലകകളും അവൻ നിലത്തേക്ക് എറിഞ്ഞത് പാറപ്പുറത്ത് വീണ് പൊട്ടിച്ചിതറി ഉടഞ്ഞ് തകർന്നുപോയി. കാൽവരി ക്രൂശിൽ തകർക്കപ്പെടാനിരുന്ന ദൈവത്തിൻ്റെ ശാശ്വത പ്രമാണമായി യേശുക്രിസ്തുവിൻ്റെ മുൻകുറിയായിരുന്നു തകർക്കപ്പെട്ട കൽപ്പലകകൾ എന്നത് മനസ്സിലാക്കുക. ഈ കൽപ്പലകകൾ തകർക്കപ്പെട്ട ശേഷം അതേ കോപത്തോടെ താഴേക്കിറങ്ങി വന്ന മോശ ഈ ജനത്തെ ശാസിച്ചമർത്തുകയും കാളക്കുട്ടിയെ തീയിലിട്ട് ചുട്ട് പൊടിച്ച് അത് വെള്ളത്തിൽ കലക്കി അവരെ കുടിപ്പിക്കുകയും ശേഷം വന്നത് പുഴയിൽ ഒഴുക്കിക്കളയുകയും ചെയ്തു. അപ്പോൾ മോശ വിളിച്ചു പറഞ്ഞു, ദൈവമായ കർത്താവിൻ്റെ പക്ഷത്തുള്ളവർ എൻ്റെ അരികിൽ വരട്ടെ. ലേവ്യ ഗോത്രക്കാരെല്ലാവരും മോശയുടെ അരികിലേക്ക് സമാഗമന കൂടാരത്തിങ്കിലേക്ക് മാറി നിന്നു. പാളയമധ്യത്തിൽ പ്രതിഷ്ഠിച്ചു വച്ചിരുന്ന ഈ സമാഗമന കൂടാരം അവിടെ നിന്ന് പറിച്ചു കൊണ്ടുപോയി പാളയത്തിന് പുറത്ത് പ്രതിഷ്ഠിച്ചു മോശ. പാളയമധ്യത്തിൽ ഇപ്പോൾ ദൈവമില്ല. ദൈവത്തിൻ്റെ കൂടാരം അവിടെ നിന്ന് കൊണ്ടുപോയി. ഇപ്പോൾ പാളയത്തിന് പുറത്താണ് ദൈവം. ഈ മോശ കൂടാരത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ദൈവ സാന്നിധ്യം ഇറങ്ങി വരും. ദൈവം മോശയോട് മുഖാമുഖം സംസാരിക്കും. യോശുവ വിട്ടുപിരിയാതെ അവിടെ ഉണ്ട്. മറ്റുള്ളവരെല്ലാം താന്താങ്ങളുടെ കൂടാരവാതിക്കൽ നിന്ന് ദൈവത്തെ ആരാധിച്ചു എന്ന് വചനം പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടെ വെച്ച് ദൈവം മോശയോട് പറയുകയാണ്, ഞാനിനി ഈ ജനത്തിൻ്റെ കൂടെ സഞ്ചരിക്കുകയില്ല. ദൈവം അവിടെ നിന്ന് വിളിച്ചത് അവരെ വഴി നടത്തി കനാനിലെത്തിക്കാമെന്ന് പറഞ്ഞാണ്. എന്നാൽ ഈ മത്സരികളായ ജനത്തോടുകൂടെ ഞാനിനി സഞ്ചരിക്കുകയില്ല. എനിക്ക് അവരോട് കൂടെ സഞ്ചരിക്കാൻ കഴിയില്ല. ഞാൻ അവരോടുകൂടെ സംഹരിച്ചാൽ ഞാൻ അവരെ സംഹരിച്ചു കളയും. കാരണം അവർ മത്സരികളായ ജനങ്ങളാണ്. അങ്ങനെ മോശവല്ലാതെ അസ്വസ്ഥത പ്രകടിപ്പിക്കാൻ തുടങ്ങി. ദൈവം പറഞ്ഞു, മോശേ, നീ ജനത്തെയും കൊണ്ട് മുന്നോട്ട് പോവുക. ഈ ജനത്തിനു വേണ്ടി നീ ജാഗരിച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ മോശ ദൈവത്തോട് ചോദിക്കുന്നുണ്ട്, ദൈവമേ, നിൻ്റെ സാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ലെങ്കിൽ ആരെന്നോടുകൂടെ പോരും? ആരെനിക്ക് വഴി കാണിക്കും? ആരെന്നെ തെറ്റും ശരിയും ബോധ്യപ്പെടുത്തി തരും? ആരെന്നെ ലക്ഷ്യത്തിലേക്ക് നടത്തും? എനിക്ക് തനിച്ചു പോകാൻ വയ്യ. ഈ ജനത്തെ സമൂലം ഞാൻ നശിപ്പിക്കുമെന്ന് മുൻകൂട്ടി ദൈവം പറഞ്ഞപ്പോൾ മോശ ദൈവത്തോട് പറയുന്നൊരു വചനം 32-ാം അധ്യായത്തിലുണ്ട്. ദൈവമേ, ഈ ജനത്തോട് നീ പൊറുക്കണം. ഈ ജനം പാപം ചെയ്തത് സത്യമാണ്, ഞാനത് സമ്മതിക്കുന്നു. ഈ ജനത്തോട് നീ പൊറുക്കണം. ഇവരെ നീ ശിക്ഷിക്കരുത്, ഇവരെ നീ നശിപ്പിക്കരുത്. ഈ ജനം സത്യദൈവത്തെ ആരാധിപ്പാൻ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു പോകുന്നതാണ്. അവിടെ 10 ബാധകളാൽ ബാധിക്കപ്പെട്ട ദേശത്തെ വല്ലാതെ സംഘർഷത്തിലാക്കിയിട്ടാണ് ഈ ജനം അവിടെ നിന്ന് വിടുവിക്കപ്പെട്ട് കടന്നു പോന്നിട്ടുള്ളത്. വഴിയിൽ വെച്ച് നീ തന്നെ ഈ ജനത്തെ കൊന്നുകളഞ്ഞാൽ മിസ്രയീമ്യർ പറയും, അവരെ കൊണ്ടുപോയ ദൈവം അവരെ കൊല്ലുവാനായിട്ടാണ് കൊണ്ടുപോയതെന്ന്. അരുത്, ഈ ജനത്തെ കൊല്ലാൻ അവിടെ നിടവരുത്തരുത്. നീ അങ്ങനെ ഈ ജനത്തെ മറന്നു കളയുന്നുവെങ്കിൽ നിന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ട എൻ്റെ പേര് അവിടെ നിന്ന് മായിച്ചു കളയണം. തെറ്റ് ചെയ്ത ജനത്തെ ശിക്ഷിക്കുമെന്ന് ദൈവം പ്രഖ്യാപിച്ചപ്പോൾ അവരുടെ ശിക്ഷ മാറ്റിക്കിട്ടാൻ വേണ്ടി ഇടുവിൽ നിന്ന് നിലവിളിക്കുന്ന, ജനത്തിനു വേണ്ടി പൊട്ടിക്കരയുന്ന മോശയെയാണ് നമ്മൾ ഈ വേദഭാഗത്ത് കാണുന്നത്. ദൈവമക്കളെ, മോശയ്ക്ക് ഈ ജനത്തോടുണ്ടായിരുന്ന കരുതൽ എത്ര വലുതായിരുന്നു എന്ന് തിരിച്ചറിയുക.
അതിന് തൊട്ടടുത്ത അധ്യായത്തിലാണ് കൂടാരത്തിൽ വെച്ച് ദൈവം പറയുന്നത്, മോശെ നീ പുറപ്പെട്ടു പോവുക. അപ്പോൾ മോശ ചോദിക്കുന്നുണ്ട്, ആര് എന്നോട് കൂടെ അയക്കും, ആരെൻ്റെ കൂടെ പോരും? തനിച്ച് ജനത്തെ നയിപ്പാനുള്ള ത്രാണി എനിക്കില്ല. അപ്പോൾ ദൈവം പറയുന്നുണ്ട്, എൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും. ഹല്ലേലൂയ. ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും എന്ന് അരുളി ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഈ സംഭവം ഇന്ന് എങ്ങനെയാണ് പ്രസക്തമായിത്തീരുന്നത്? സഹസ്രങ്ങൾക്കപ്പുറത്ത് പഴയ നിയമ ഇസ്രായേലിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു സംഭവം ഈ AD 21-ാം നൂറ്റാണ്ടിൽ നമ്മളിവിടെ ഇരുന്ന് പരിചിന്തനം ചെയ്താൽ നമ്മളെ അതെങ്ങനെയാണ് ബാധിക്കുക? അതാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ടതായ ചിന്ത. പഴയ നിയമ ഇസ്രായേൽ നിഴലായിരുന്നു, പുതിയ നിയമ ഇസ്രായേൽ പൊരുളാണ്. പഴയ നിയമ ഇസ്രായേൽ മിസ്രയീമിൽ അടിമ വീട്ടിലായിരുന്നു. പുതിയ നിയമ ഇസ്രായേൽ പിശാചിനും പാപത്തിനും അടിമകളായിരുന്നു. പഴയ നിയമ ഇസ്രായേലിനെ വിടുവിപ്പാൻ ദൈവം മോശയെ തിരഞ്ഞെടുത്തു. പുതിയ നിയമ ഇസ്രായേലിനെ വിടുവിപ്പാൻ വാസ്തവമായിട്ടും സ്വർഗം ഭൂമിയിൽ ഇറങ്ങി വന്നു, തൻ്റെ പുത്രനെ തന്നെ അയച്ചു. പഴയ നിയമ ഇസ്രായേലിനെ വിടുവിപ്പാൻ മിസ്രയീമിൽ വെച്ചൊരു കുഞ്ഞാടിൻ്റെ കുരളറുക്കപ്പെട്ട രക്തത്തിൻ്റെ മുദ്ര മുഖാന്തിരമായി തീർന്നു. പുതിയ നിയമ ഇസ്രായേലിനെ വിടുവിപ്പാൻ ദൈവത്തിൻ്റെ ഊനമില്ലാത്ത പരിശുദ്ധ കുഞ്ഞാടായ മശിഹ കാൽവരി ക്രൂശിൽ യാഗമായി അവൻ്റെ ചങ്കിലെ ചോര അടയാളമായി തീർന്നു. പഴയ നിയമ ഇസ്രായേലിനെ മരുഭൂമിയിലൂടെ വഴി നടത്തി, ചെങ്കടലിനുള്ളിലൂടെ കടത്തി, മേഘത്തിന് കീഴിലും വെള്ളത്തിലും സ്നാനമേൽപ്പിച്ച് മോശയോട് ചേർത്തു. കൊരിന്ത്യർക്കുള്ള 1-ാം ലേഖനം 10-ാം അധ്യായം തുടങ്ങുന്നത് അങ്ങനെയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തിന് കീഴിലായിരുന്നു. എല്ലാവരും സമുദ്രത്തിനുള്ളിലൂടെ കടന്നു. എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. അത് വിശുദ്ധ സ്നാനത്തിൻ്റെ മുൻകുറിയായിരുന്നു. പുതിയ നിയമ ഇസ്രായേലിനെ വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും വീണ്ടും ജനിപ്പിച്ച് കർത്താവായി യേശു ക്രിസ്തുവിനോട് ചേർത്ത് നിർത്തി. പഴയ നിയമ ഇസ്രായേൽ മരുഭൂപ്രയാണത്തിലായിരുന്നപ്പോൾ അവർ തളർന്നു പോകാതെ കനാനിലെത്തുവാൻ സ്വർഗകവാടം തുറന്ന് സ്വർഗഭോജ്യമായ മന്ന വർഷിപ്പിച്ച് അവർക്ക് ആഹാരം കൊടുത്തു. പുതിയ നിയമ ഇസ്രായേൽ സിയോൻ യാത്രയിൽ തളർന്നു പോകാതിരിപ്പാൻ ദൈവത്തിൻ്റെ ഊനമില്ലാത്ത പരിശുദ്ധ കുഞ്ഞാടാകുന്ന മശിഹ തൻ്റെ മാംസം പകുത്ത് പുതിയ നിയമ ഇസ്രായേലിന് ആഹാരമായി നൽകി. ഹോളി കമ്മ്യൂണിയൻ. പഴയ നിയമ ഇസ്രായേലിന് ദാഹിക്കാതിരിപ്പാൻ മരുഭൂമിയിൽ വെച്ച് പിളർക്കപ്പെട്ട പാറയുടെ മാർവിൽ നിന്നൊഴുകിയ നിർമ്മല ജലം അവർക്ക് കുടിപ്പാൻ കൊടുത്തു. ആ പാറ ക്രിസ്തുവായിരുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പുതിയ നിയമ ഇസ്രായേലിൻ്റെ ദാഹം ശമിപ്പിക്കാൻ കാൽവരി ക്രൂശിൽ കുരളറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ചങ്കിൽ നിന്നൊഴുകിയ തങ്കച്ചോര വിശുദ്ധ കാസായിൽ പകർന്ന് നമുക്ക് പാനീയമായിട്ട് നൽകി. പഴയ നിയമ ഇസ്രായേൽ ലൗകിക കനാനിലേക്ക് യാത്ര ചെയ്യുകയാണ്. പുതിയ നിയമ ഇസ്രായേലായ നാം സ്വർഗ കനാനിലേക്ക് യാത്ര ചെയ്യുകയാണ്. പഴയ നിയമ ഇസ്രായേൽ ഈ യാത്രാമധ്യത്തിൽ ദൈവത്തോട് മത്സരിച്ച് ദൈവത്തെ മറന്ന് അന്യാരാധനയ്ക്ക് തങ്ങളുടെ ജീവിതത്തിൽ ഇടം കൊടുത്തു. പുതിയ നിയമ ഇസ്രായേൽ ഇന്ന് സത്യദൈവമായ കർത്താവിനെ മറന്ന്, അവൻ്റെ ക്രൂശിലെ യാഗത്തെ മറന്ന്, അവൻ നമുക്ക് സാധിപ്പിച്ചു തന്ന വീണ്ടെടുപ്പ് മറന്ന് ലോകമോഹങ്ങളിലും ലോക ഇമ്പങ്ങളിലും ലോകസുഖങ്ങളിലും മനസ്സുറപ്പിച്ച് പ്രയാണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൈവമക്കളെ, ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം. ദൈവസാന്നിധ്യം കൂടെയില്ലെങ്കിൽ ഏത് ബലവാനും പരാജയപ്പെട്ടു പോകും. ഹല്ലേലൂയ. ദൈവസാന്നിധ്യം കൂടെയില്ലെങ്കിൽ ഏത് ബലവാനും പരാജയപ്പെട്ടു പോകും. എത്ര ശക്തനാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, തോറ്റുപോകും. ദൈവം കൂടെയില്ലെങ്കിൽ ഏത് മനുഷ്യനും പരാജയപ്പെടും. ദൈവമക്കളെ, ഞാൻ ഈ കഴിഞ്ഞ ദിവസം സുപ്രസിദ്ധനായ എഴുത്തുകാരൻ പെരുമ്പടവം ശ്രീധരൻ്റെ ഒരു ഇൻ്റർവ്യൂ കേൾക്കുവാനിടയായി. അദ്ദേഹം ഒരു ദളിതനായ മനുഷ്യനാണ്. അയാൾ ഒരിക്കലും
ഒരു ക്രിസ്ത്യാനിയായി ജനിച്ച ആളല്ല. ഒരു പാരമ്പര്യവും അദ്ദേഹത്തിന് അവകാശപ്പെടാനില്ല. അദ്ദേഹം പറഞ്ഞു, എൻ്റെ അച്ഛൻ എനിക്ക് 5 വയസ്സുള്ളപ്പോൾ മരിച്ചുപോയി. എൻ്റെ അമ്മ അയൽ വീടുകളിൽ കൂലിവേല ചെയ്തിട്ടാണ് എന്നെ പഠിപ്പിച്ചത്, എനിക്ക് ആഹാരം തന്നത്. അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ സ്കൂളിൽ പോയി പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു കത്തോലിക്ക മാനേജ്മെൻറ്റ് സ്കൂളിലാണ് അദ്ദേഹം പഠിച്ചതത്രേ. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെല്ലാം ക്രിസ്ത്യാനികളായിരുന്നു. അന്ന് ഈ സ്കൂളിൽ കാറ്റക്കിസം ക്ലാസ്സുണ്ട്, വചനം പഠിപ്പിക്കും, വേദപുസ്തകം പഠിപ്പിക്കും. അപ്പോൾ ഹിന്ദു ആയതുകൊണ്ട് ഇദ്ദേഹം ആ ക്ലാസ്സിൽ കയറിയില്ല. അപ്പോൾ അവിടെ ഒരു അധ്യാപകനുണ്ടായിരുന്നു. അധ്യാപകത്തിൻ്റെ പേരദ്ദേഹം പറഞ്ഞു, ഞാൻ മറന്നുപോയി. അദ്ദേഹത്തെ വരുന്നത് കാണുമ്പോഴേ പിള്ളേർക്ക് ഭയങ്കര പേടിയാണ്. ഇയാൾ വലിയ ചൂരവടിയും ചുഴറ്റിക്കൊണ്ടാണ് വരിക, അടിക്കും. അടിയൻ സാറെന്നാണ് സാറിനെ വിളിക്കുന്നത്. അദ്ദേഹം വരുമ്പോൾ കൂട്ടുകാരെ കാത്ത് ഇദ്ദേഹം വരാന്തയിൽ ഇരിക്കുകയാണത്രേ. എന്താണ് അവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു. സാറേ, എൻ്റെ കൂട്ടുകാരെ വരാൻ വേണ്ടി ഇരിക്കുക, അവർ കാറ്റക്കിസം ക്ലാസ്സിലാണ്. ഇദ്ദേഹം അങ്ങ് പോയി. എന്നിട്ട് തിരിച്ചു വന്നിട്ടൊരു ചോദ്യം ചോദിച്ചു, എന്നാൽ പിന്നെ നിനക്കും കൂടി അവിടെ കയറി അങ്ങ് ഇരിക്കത്തില്ലേ എന്ന്. സാറിൻ്റെ അടി കിട്ടാതിരിക്കാൻ പേടിച്ചിട്ട് ആ ക്ലാസ്സിൽ കയറിയിരുന്നതാണ്. അദ്ദേഹം പറയുന്നു, കൊച്ചുകുട്ടിയായിരിക്കുന്ന സമയത്ത് യേശുവിനെക്കുറിച്ചുള്ള മനോഹരമായ കഥകൾ കേട്ട് എൻ്റെ ഹൃദയത്തിൽ യേശു കയറിക്കൂടി എന്നാണ്. ഹല്ലേലൂയ. ആ ഇൻ്റർവ്യൂവിലുടനീളം പെരുമ്പടവൻ ശ്രീധരൻ എനിക്ക് തോന്നുന്നു ഒരു 10-15 പ്രാവശ്യം ആവർത്തിച്ച ഒരു വാചകം എന്നെ വല്ലാതെ സ്ട്രൈക്ക് ചെയ്തു. അതിങ്ങനെയാണ്, യേശു ക്രിസ്തുവിനെ കൂടാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. ഒരു സങ്കീർത്തനം പോലെ എന്ന പ്രസിദ്ധമായ നോവൽ എഴുതി ലോക ക്ലാസിക്കിൽ ഇടം പിടിച്ച നോവലിൻ്റെ കർത്താവ് ഇന്ന് പ്രിയപ്പെട്ടവരെ ലോകം മുഴുവൻ ആദരിക്കുന്ന ഒരു വിശ്വപ്രസിദ്ധനായ എഴുത്തുകാരനാണ് പെരുമ്പടവൻ ശ്രീധരൻ. അദ്ദേഹം ആവർത്തിച്ച് പറയുകയാണ്, എനിക്ക് യേശുക്രിസ്തുവിനെ കൂടാതെ ജീവിക്കാൻ വയ്യ. എത്ര ക്രിസ്ത്യാനികൾക്ക് ഇന്നത് പറയാൻ സാധിക്കും? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇരിക്കുമ്പോൾ എൻ്റെ കൂടെ യേശുവുണ്ട്, ഞാൻ അവനെ കാണുന്നു. ഞാൻ നടക്കുമ്പോൾ എൻ്റെ കൂടെ യേശുവുണ്ട്, ഞാൻ അവനെ കാണുന്നു. ഞാൻ കിടക്കുമ്പോൾ എൻ്റെ കൂടെ യേശുവുണ്ട്, ഞാൻ അവനെ അറിയുന്നു. ഞാൻ നിരന്തരം എൻ്റെ യേശുവിനോട് സംസാരിക്കുന്നു. എൻ്റെ യേശു മുഴുസമയവും എന്നെ കാണുന്നു. യേശുവിനെ വേദനിപ്പിക്കുന്ന ഒരു കാര്യവും ചെയ്യാൻ എനിക്ക് കഴിയില്ലാത്തതുകൊണ്ട് ജീവിതത്തിൽ എനിക്ക് തെറ്റ് ചെയ്യാനേ കഴിയുന്നില്ല. അദ്ദേഹം ഇപ്പോഴും ക്രിസ്തുമതത്തിൽ ചേർന്നിട്ടില്ല. പക്ഷെ അദ്ദേഹം പറയുന്നത് യേശു ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ വയ്യ എന്നാണ്. അദ്ദേഹം ഇപ്പോഴും ക്രിസ്തുമതത്തിൽ ചേരാത്തതിൻ്റെ ഉത്തരവാദി ഞാനും നിങ്ങളുമാണ്. സത്യമാണ്. പ്രിയപ്പെട്ടവരെ, ഒരുപാട് പേര് ക്രിസ്ത്യാനി ആകാതെ പോയതിൻ്റെ ഉത്തരവാദികൾ ക്രിസ്ത്യാനികളാണ്. ഞാനിത് പറഞ്ഞിട്ട് നിങ്ങളെ അത് ഒട്ടും ബാധിച്ചിട്ടില്ല, കാരണം നിങ്ങൾ ആ കൂട്ടത്തിൽ പെടുന്നില്ല എന്നെനിക്ക് തോന്നുന്നു. അങ്ങനെ സർവേ കല്ലിരിക്കും പോലെ നിങ്ങൾ ഇരിക്കുകയാണ്, ഒരു ഭാവവ്യത്യാസവും ഇല്ല. നന്ദി. ദൈവമക്കളെ തിരിച്ചറിയണം. എത്ര ബലവാനായ മനുഷ്യനായിരുന്നാലും ദൈവസാന്നിധ്യം കൂടെ പോന്നില്ലെങ്കിൽ ഒരു യാത്രയും ലക്ഷ്യം കാണുകയില്ല, പരാജയപ്പെട്ടു പോകും. ദൈവം കൂടെ ഉണ്ടാകണം, ഇല്ലെങ്കിൽ അത് തോൽവിയാണ്. അതിൻ്റെ വ്യക്തമായ തെളിവാണല്ലോ ബാബേൽ കോട്ടയുടെ നിർമ്മാണം. മുൻപ് ഞാൻ തന്നെ പ്രസംഗിച്ച ആ സംഗതി ഒരുപക്ഷെ നിങ്ങൾ കേട്ട് കാണും, കേട്ടതുപോലെ മറന്നു കാണും. അതുകൊണ്ട് ഒന്നുകൂടെ പറഞ്ഞാലും കുഴപ്പമില്ലെന്ന് എനിക്ക് തോന്നുന്നു. ജലപ്രളയം കഴിഞ്ഞു, നോഹയുടെ മക്കൾ പെറ്റുപെരുകി നാട്ടിലങ്ങ് നിറഞ്ഞു വരികയാണ്. 100ആയി, 1000-ആയി, 10,000-ആയി അവരുടെ സംഖ്യ വളരുകയാണ്. അപ്പോൾ അവരിൽ പ്രധാനികൾ ഇങ്ങനെ ചിന്തിച്ചു, നമ്മളൊരപ്പൻ്റെ മക്കളാണ്, ഒരു സമൂഹമാണ്, ലോകത്ത് ചിതറിപ്പോകാതിരിപ്പാൻ നമുക്കൊരു കോട്ട പണിയാം. നല്ല ആലോചനയാണല്ലോ അത് പറഞ്ഞയാൾ പറഞ്ഞത്. ഒരപ്പൻ്റെ മക്കൾ ഒരുമിച്ച് ഒരു കോട്ടയ്ക്കുള്ളിൽ വസിക്കുന്നിടത്തോളം സന്തോഷം മറ്റെന്താണുള്ളത്? അവർ കോട്ട പണിയാൻ ആരംഭം കുറിച്ചു. ഈ സംഭവം നടത്തുന്നതിന് അവർ ദൈവത്തോട് ആലോചന ചോദിച്ചിട്ടില്ല, ദൈവത്തിൻ്റെ അനുവാദം വാങ്ങിയിട്ടില്ല, ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് ആരാഞ്ഞിട്ടില്ല. അവർ സ്വന്തം ബുദ്ധിയിലും സ്വന്തം കഴിവിലും ആശ്രയിച്ച് ഈ കോട്ടയുടെ നിർമ്മാണം ആരംഭിച്ചു.
കോട്ട പണിയാൻ ആരംഭിച്ചപ്പോൾ അതിനുവേണ്ടി നടത്തിയ ആലോചനാ യോഗത്തിൽ അവർ വേറൊരു കാര്യം കൂടെ തീരുമാനിച്ചിരുന്നു. കോട്ടയുടെ നടുവിൽ നമുക്കൊരു ഗോപുരം പണിയണം. അത് ആകാശത്തോളം എത്തുന്ന ഗോപുരമായിരിക്കണം. ഈ ആകാശത്തോളം എത്തുന്ന ഗോപുരം എന്ന് പറഞ്ഞാൽ എന്താണാവോ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ആകാശം എന്ന് പഴയ നിയമത്തിൽ പറയുന്നത് സ്വർഗത്തെക്കുറിച്ചാണ്. പണ്ടത്തെ കാലത്തൊക്കെ ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നത്, ഞങ്ങളുടെ അപ്പച്ചന്മാരൊക്കെ പ്രാർത്ഥിച്ചിരുന്നത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നല്ല, ആകാശത്തിലുള്ള ഞങ്ങളുടെ ബാവ എന്നാണ്. സ്വർഗത്തിൻ്റെ ഒരു പഴയ മലയാള പദമാണ് ആകാശം. ഇപ്പോൾ മുകളിലേക്ക് നോക്കിയാൽ കാണുന്ന നീലാകാശത്തെ അല്ല ഇവിടെ വിവക്ഷിച്ചിട്ടുള്ളത്. സ്വർഗം. നമുക്ക് ആകാശത്തോളം എത്തുന്നൊരു ഗോപുരം പണിയാമെന്ന് ഈ നോഹയുടെ മക്കളുടെ മക്കളും ചിന്തിച്ചപ്പോൾ അവർ ചിന്തിച്ചത് ഇങ്ങനെയാണ്: നമുക്ക് സ്വർഗത്തോളം എത്തുന്നൊരു ഗോപുരം പണിയാം. എന്തിന്? നമുക്ക് സ്വർഗത്തിൽ കയറിച്ചെല്ലാം. എന്തിന്? ദൈവത്തെ പിടിച്ച് താഴെ ഇറക്കി വിട്ടിട്ട് സ്വർഗത്തിൽ നമുക്ക് വാഴാം, ഭൂമിയിലും നമുക്ക് വാഴാം. അഹങ്കാരം, ദൈവത്തോടുള്ള മത്സരം. അവർ സ്വന്തം ബുദ്ധിയിലും സ്വന്തം കഴിവിലും ആശ്രയിച്ച കോട്ടപണി ആരംഭിച്ചു. മനോഹരമായി അത് പുരോഗമിക്കുകയാണ്. ഗോപുരം പണിയും ഒപ്പം പുരോഗമിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, കോട്ട പണിത് അത് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ പല നാൾ കടന്നുപോയി. ദൈവം ഇതെല്ലാം സശ്രദ്ധം നിരീക്ഷിച്ചുകൊണ്ട് സ്വർഗത്തിൽ ഇരിക്കുകയാണ്. ദൈവത്തിന് സങ്കടമുണ്ട്. ഇവർ എന്നോട് ആലോചന ചോദിച്ചില്ല, എന്നെ അവർ അവോയ്ഡ് ചെയ്തിരിക്കുകയാണ്. സ്വന്തം കഴിവിലാണ് ഇപ്പോഴവരുടെ ആശ്രയം. അവരാ കോട്ട പണിയും. ഒരു ദിവസം ദൈവം തീരുമാനിച്ചു, താഴേക്കൊന്ന് ഇറങ്ങിച്ചെല്ലണം, കോട്ടയുടെ പണിയൊക്കെ ഒന്ന് നോക്കി നടന്ന് കാണണം. ആരോടും പറയാതെ ദൈവം രഹസ്യമായി കോട്ടയിൽ ഇറങ്ങി വന്നു. കോട്ട ചുറ്റി നടന്ന് കണ്ടു. ഗോപുര നിർമ്മിതി ദൈവം നോക്കി. എല്ലാം മനോഹരമായിരിക്കുന്നു. ദൈവത്തിന് ഒരു കാര്യം ഉറപ്പായി: ഞാൻ കൊടുത്ത കഴിവ് പരമാവധി ഭംഗിയായി അവർ വിനിയോഗിക്കുന്നുണ്ട്. കുറച്ചു നേരം ഈ കോട്ടയുടെ നടുവിൽ നിന്ന ദൈവം ഇങ്ങനെ പറഞ്ഞു: ഈ കോട്ട എന്തായാലും ഇവർ പണിയും. കാരണം അവർക്ക് അത് പണിയാനായിട്ട് കഴിയും. ഞാനാണ് അതിന് ശക്തി കൊടുത്തത്. പക്ഷേ ഈ കോട്ട പണിത് കഴിയുമ്പോൾ അവർ പറയും, ഞങ്ങളുടെ കഴിവ് കൊണ്ട് ഞങ്ങൾ പണിത കോട്ടയാണിത്, ഞങ്ങളാണ് എല്ലാറ്റിലും ബലവാന്മാർ. ഇപ്പോൾ അവരുടെ കഴിവിനെക്കുറിച്ച് അവർക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. പക്ഷേ അവരെ സൃഷ്ടിച്ച, അവർക്ക് കഴിവുകൾ കൊടുത്ത ദൈവത്തെക്കുറിച്ച് അവർക്കൊരു കോൺഫിഡൻസും ഇല്ല, അല്ലെങ്കിൽ ഒരു ബോധ്യവുമില്ല. ഞാൻ ആരാണെന്ന് അവർക്കറിയില്ല. സത്യത്തിൽ ഇന്നും പ്രശ്നം അതുതന്നെയാണ്. ഞാൻ ആരാണെന്ന് എനിക്കറിയാം, ദൈവം ആരാണെന്ന് എനിക്കറിയില്ല. ദൈവത്തിൻ്റെ ശക്തി എന്താണെന്ന് എനിക്കറിയില്ല. ദൈവത്തിൻ്റെ ഇടപെടൽ എങ്ങനെയെന്ന് എനിക്കറിയില്ല. എപ്പോഴും ഒരു സ്വാർത്ഥനായ മനുഷ്യൻ, അഹങ്കാരിയായ മനുഷ്യൻ സ്വന്തം കഴിവിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്, ദൈവത്തിലല്ല. അവർക്ക് ദൈവവിചാരമില്ല, ദൈവാന്വേഷണമില്ല. അവർക്ക് പള്ളിയിൽ പോകാൻ താല്പര്യമില്ല, അവർക്ക് ആരാധിക്കാൻ താല്പര്യമില്ല, അവർ ദൈവത്തെ അന്വേഷിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. കാരണം അവരുടെ കയ്യിൽ ഇഷ്ടം പോലെ പണമുണ്ട്, അവർക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട്, അവർക്ക് സ്റ്റാറ്റസുള്ള ജോലിയുണ്ട്, അല്ലെങ്കിൽ അവരുടെ മക്കൾ വിദേശത്തുണ്ട്, അവർക്ക് നല്ല ബാങ്ക് ബാലൻസ് ഉണ്ട്, കൊട്ടാരം പോലെ മനോഹരമായ വീടുകളുണ്ട്, യാത്ര ചെയ്യാൻ വില കൂടിയ കാറുകളുണ്ട്, തരം തരം മാറിയിടാൻ വസ്ത്രങ്ങളുണ്ട്, ആഹാരം തരം പോലെയുണ്ട്, ഇഷ്ടം പോലെ സമ്പാദ്യങ്ങളുണ്ട്. ഇനി ദൈവം എന്തിന്? എനിക്ക് ഞാൻ മതി എന്ന ചിന്ത ഇതന്നും ഉണ്ടായിരുന്നു. ദൈവം തിരിച്ചു പോകാൻ നേരത്ത് ഇങ്ങനെ ഒരു മനോഗതം പറഞ്ഞു: ഞാൻ ആരാണെന്ന് അവരറിയാതെ പോയാൽ ഒരിക്കലും അവർക്ക് തിരിച്ചു വരാൻ കഴിയില്ല, അവർ നശിച്ചു പോകും. അതുകൊണ്ട് അവരുടെ കഴിവെന്താണെന്ന് അവർ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. എൻ്റെ കഴിവെന്താണെന്ന് ഞാനൊന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ട് പോകണമല്ലോ. ദൈവം വേറൊന്നും ചെയ്തില്ല, ആരെയും വിളിച്ച് വഴക്ക് പറഞ്ഞില്ല, അവരുടെ നേതാവിനെ ശാസിച്ചില്ല. പോകാൻ നേരത്ത് ഭാഷ കലക്കി കളഞ്ഞിട്ട് പോയി. ദൈവത്തിന് സ്തോത്രം. പിന്നെ ഒരാൾ പറയുന്നത് വേറൊരാൾക്ക് മനസ്സിലാകുന്നില്ല. ഒരാൾ കെട്ടിടം പണിതുകൊണ്ടിരുന്നയാൾ തൻ്റെ സഹായിയോട് പറഞ്ഞു, നീ പോയിട്ട് ഒരു കൊട്ട ഇഷ്ടിക എടുത്തിട്ട് വരിക,
ഇവൻ എന്താ മനസ്സിലായെന്നറിയോ? അവൻ പോയിട്ട് ഒരു കെട്ട് വൈക്കോല് ചുവന്നുകൊണ്ട് വന്നു. എന്താണെന്ന് മനസ്സിലായിട്ടല്ല. അവനത് കൊണ്ടുവന്നപ്പോൾ ഈ പണിക്കാരൻ പറഞ്ഞു, എടാ നിന്നോട് പറഞ്ഞത് ഇഷ്ടിക കൊണ്ടുവരാനാണ്, വൈക്കോലല്ല ഇഷ്ടിക. അവൻ പോയിട്ട് ഒറ്റക്കൊട്ട ചെളി കോരിക്കൊണ്ടുവന്നു. ഈ സിമൻറ്റിന് വരെ ചെളി ഇട്ടാണ് ഇത് കെട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ഇതൊന്നും വേദപുസ്തകത്തിലില്ലല്ലോ എന്ന്. ഇത് വേദപുസ്തകത്തിലില്ല, പക്ഷേ ഈ സംഭവം അവിടെ ഉണ്ടായിരുന്നവരെന്നോട് പറഞ്ഞതാണ്. ഞാനും അവരുമായിട്ട് സംസാരിച്ചപ്പോൾ ഈ ചളി കോരിക്കൊണ്ട് വന്നപ്പോൾ ഈ കെട്ടുപണിക്കാരന് ദേഷ്യം വന്നു. ഒറ്റ അടിയങ്ങ് വെച്ചു കൊടുത്തു. നിന്നോടെടാ ഞാൻ ഇഷ്ടിക കൊണ്ടുവരാനാണ് പറഞ്ഞത്. ഇവനും നന്നായിട്ട് ദേഷ്യം വന്നു. ഇവൻ ആ ചെളിക്കൊട്ട തൻ്റെ ആശാൻ്റെ തലയിലോട്ട് കമഴ്ത്തി അങ്ങിട്ടിട്ട് മുട്ടുമടക്കി ഒരൊറ്റ ഇടിയും കൊടുത്തു. പിന്നെ കൂട്ടേ അടിയായി. പറഞ്ഞാൽ മനസ്സിലാകാത്ത ഒരു തമ്മിത്തല്ലി ലോകം മുഴുവനും ചെതറിപ്പോയി. പറഞ്ഞാൽ മനസ്സിലാവുന്നവർ ഓരോ ഗ്രൂപ്പായിട്ട് തിരിഞ്ഞ് അവർ ഓരോ ഗ്രൂപ്പായിട്ട് ലോകത്ത് പല ഭാഗത്തേക്ക് മാറി മാറി താമസിച്ചു. അങ്ങനെയായിരിക്കും മലയാളം ഉണ്ടായിട്ടുണ്ടാവുക. ദൈവത്തിന് സ്തോത്രം. ലോകം മുഴുവൻ അവർ ചെതറിപ്പോയി. അപ്പോൾ എന്നെ ഒരുപാട് കുഴക്കിയൊരു പ്രശ്നമുണ്ട്. അന്ന് വരെ ലോകത്തെല്ലാവരും സംസാരിച്ചത് ഒരു ഭാഷയായിരുന്നു. ഇതേത് ഭാഷ? ഏതായിരുന്നു ആ ഭാഷ? നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഞാനിത് ഒരുപാട് അന്വേഷിച്ചു. വേദപുസ്തകത്തിൽ അത് എഴുതിയിട്ടില്ല. കുറേ പുസ്തകങ്ങൾ പരിശോധിച്ചു. ആ പുസ്തകങ്ങളിൽ ഒന്നും എഴുതിയിട്ടില്ല. അറിവുള്ള മനുഷ്യരോടൊക്കെ ചോദിച്ചു, അവർക്ക് ആർക്കും അതറിയാൻ പാടില്ല. ദൈവശാസ്ത്രജ്ഞന്മാരോട് ചോദിച്ചു, അവർക്കും അറിയാൻ പാടില്ല. വേദപണ്ഡിതന്മാരോട് ചോദിച്ചു, അവർക്കും അറിയാൻ പാടില്ല. അവസാനം ഒരു ദിവസം എനിക്ക് ആ ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടി. എന്താ ഉത്തരം എന്നറിയോ? ആ ഭാഷ ഏതായിരുന്നു എന്നല്ല എനിക്ക് ഉത്തരം കിട്ടിയത്, ആ ഭാഷ ഏതല്ലായിരുന്നു എന്നെനിക്ക് ഉത്തരം കിട്ടി. എന്താണെന്നറിയോ? അത് മലയാളം അല്ലായിരുന്നു, ഉറപ്പ്. അന്ന് വരെ അവർ സംസാരിച്ചിരുന്ന ഭാഷ മലയാളമായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ആ കോട്ടയം ഒരു പണിയില്ലായിരുന്നു. അടിസ്ഥാന കല്ലിടുകയിലായിരുന്നു. ഒരു കല്ലിൻ്റെ മുകളിൽ ഒരു കല്ല് പറക്കി വയ്ക്കുകയില്ലായിരുന്നു. എന്താ കാരണം എന്നറിയോ? ഒരു മലയാളിക്ക് ഒരു മലയാളിയെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. അതിപ്പോഴും അങ്ങനെ തന്നെ, അടുത്തടുത്ത് ഇരിക്കുന്നു എന്നൊക്കെ ഉള്ളൂ. ദൈവമക്കളെ, അത് ഞാൻ ഈ പറഞ്ഞ കൂട്ടത്തിൽ നിങ്ങൾക്ക് എന്താ മനസ്സിലായെന്നറിയില്ല. അതുവരെ സംസാരിച്ചിരുന്ന ഭാഷ മലയാളം ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ല, ആയിരുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അവർ കോട്ടപ്പണി നിർത്തി വയ്ക്കേണ്ടി വന്നു. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം. അവർ ബലവാന്മാരായിരുന്നു, ശക്തന്മാരായിരുന്നു, അറിവുള്ളവരായിരുന്നു, കഴിവുള്ളവരായിരുന്നു, നോഹയുടെ മക്കളായിരുന്നു. പക്ഷേ അവർ ദൈവത്തോട് മത്സരിച്ചു. ദൈവം പറയുന്നു, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. സ്വന്തം കഴിവിലും സ്വന്തം ബുദ്ധിയിലും സ്വന്തം ശക്തിയിലും ആശ്രയിച്ച് ലോകത്ത് ആരൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അവരൊക്കെ പരാജയപ്പെട്ടിട്ടുണ്ട്. ഇത് നമുക്കൊരു താക്കീതാണ്. അവിടെയാണ് ദൈവം പറയുന്നത്, എൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും. മോശ പറയുന്നു, നീ എന്നോടുകൂടെ ഇല്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. യേശുക്രിസ്തു പഠിപ്പിക്കുന്നു, യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ തിരുവചനത്തിൽ, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല. ഇത് സത്യമാണ് പ്രിയപ്പെട്ടവരെ. നമുക്ക് പലപ്പോഴും തോന്നും, എനിക്ക് പല കഴിവുകളുമുണ്ട്, എനിക്ക് സാമർഥ്യമുണ്ട്, എനിക്ക് വാക് സാമർഥ്യമുണ്ട്. വെറുതെയാണ് പ്രിയപ്പെട്ടവരെ. എത്ര വലിയ ബലവാനും എത്ര ശക്തനായ മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസം, പുറത്തേക്ക് പോയ ശ്വാസം തിരിച്ചകത്തേക്ക് എടുക്കാൻ ഒത്തില്ലെങ്കിൽ ആളെ പെട്ടിയിലേക്ക് എടുക്കുകയല്ലാതെ വേറെ നിവൃത്തിയില്ല നമ്മുടെ മുമ്പിൽ. നമുക്കൊക്കെ അത് ബാധകമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം മനസ്സിലാക്കുക, ദൈവം കൂടെയില്ലെങ്കിൽ എത്ര ബലവാനും പരാജയപ്പെട്ടു പോകും. ഇനി വ്യക്തിപരമായിട്ടെടുത്ത്, ഇപ്പോൾ ഒരു സമൂഹത്തെക്കുറിച്ചാണ് പറഞ്ഞത്. വ്യക്തിപരമായിട്ടെടുത്താൽ പ്രിയപ്പെട്ടവരെ, വേദപുസ്തകം നമ്മുടെ മുമ്പിൽ പല മനുഷ്യരെയും പരിചയപ്പെടുത്തുന്നുണ്ട്. അതിൽ പലരും മഹാബലവാന്മാരും മല്ലന്മാരുമാണ്. വേദപുസ്തകം പരിചയപ്പെടുത്തുന്നതിൽ ഏറ്റവും മല്ലനായ മനുഷ്യനാരാണെന്നറിയാമോ? ചിലർ പറയും ഗോലിയാത്താണെന്ന്. അല്ല, ഏറ്റവും മല്ലനായ ആ മനുഷ്യൻ്റെ പേര് സാംസൺ, ശിംശോൻ എന്നാണ്. അവൻ്റെ ബലത്തെക്കുറിച്ച് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ മനോഹരമായി വരച്ചു വച്ചിട്ടുണ്ടല്ലോ. ഒരു ദിവസം വെയിലാറിയപ്പോൾ മുന്തിരിത്തോട്ടത്തിനിടവഴിയിലൂടെ കടന്നു പോകുമ്പോൾ അവൻ്റെ മുമ്പിൽ ഒരു സിംഹക്കുട്ടി വന്നു നിന്നു. ഇരതേടിയിറങ്ങിയ സിംഹക്കുട്ടിയുടെ മുമ്പിൽ ശിംശോൻ ചെന്ന് നിന്നു. സിംഹക്കുട്ടിക്ക് ഭയങ്കര സന്തോഷമായി. ഇവനെ പിടിച്ചാൽ
ഇന്നല്ല, ഈ ഒരാഴ്ചത്തേക്ക് പിന്നെ ഇര പിടിക്കേണ്ട, അതിനും മാത്രം ഉണ്ടേ. നല്ല കൂറ്റനായ ഒരു ചെറുപ്പക്കാരൻ. സിംഹം വളരെ ആഹ്ലാദവാനായി മുൻകാലുകളിൽ പതുങ്ങി, പിൻകാലുകളിൽ സകല ശക്തിയും ബലവും ഉറപ്പിച്ചു, വാല് ലാക്കുറപ്പിച്ച് വടി പോലെ നിർത്തി, കണ്ണ് ശിംശോൻ്റെ മുഖത്തേക്ക് നട്ടുവെച്ചു, അതിൻ്റെ ദ്രംഷ്ടകൾ പുറത്തേക്ക് നീട്ടി, എന്നിട്ട് വായുവിൽ കുതിച്ച് ചാടാനായുകയാണ്. ഈ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ശിംശോൻ. സാധാരണ നിലയിൽ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഒരു സിംഹം വന്ന് നിന്നാൽ പിന്നെ എന്താ സംഭവിക്കുക? എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? ചിലരെന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ എഴുന്നിട്ട് ഞാൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുക വെച്ചാന്ന്. ഓടാനൊന്നും നേരം കിട്ടില്ല. ഇങ്ങനെ ഒരു സിംഹം നമ്മുടെ മുമ്പിൽ വന്ന് നിന്നത് നമ്മൾ കണ്ണാലെ കണ്ടാൽ, അച്ഛൻ പറയാം, സിംഹം ആ പിടിച്ച മസിലൊക്കെ വിട്ട് മുൻകാലിൽ എഴുന്നേറ്റ് വളരെ കൂളായിട്ട് നടന്നു വന്ന് തിന്നിട്ട് പോകും. കാരണം ഈ സിംഹത്തെ കണ്ട പാടെ നമ്മുടെ കാറ്റ് പോകും. ശിംശോൻ ഇത് കണ്ടപ്പോൾ നിന്ന നിപ്പ് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതാണ്. നിങ്ങളത് വേദപുസ്തകത്തിൽ എങ്ങനെയാണ് വായിച്ചതെന്ന് എനിക്കറിയില്ല. 2 കൈയും പിറകിൽ കെട്ടി, നെഞ്ചൊരൽപ്പം വിരിച്ച് പിടിച്ച്, തലയൽപ്പം ഒന്നുയർത്തി, ഈ സിംഹത്തിൻ്റെ മുഖത്തേക്ക് വളരെ കൂളായിട്ട് നോക്കി, വളരെ ശാന്തനായി അവനങ്ങനെ നിൽക്കുകയാണ്. ഒരു ഭാവമാറ്റവുമില്ല, ഒരു ഭയവും അവൻ്റെ കണ്ണുകളിലില്ല. ഈ സിംഹം വായുവിൽ കുതിച്ചു പൊങ്ങി ശിംശോനെ നോക്കി അലറി കുതിച്ച് പാഞ്ഞു വരികയാണ്. ആ നിൽപ്പ് അങ്ങനെ തന്നെ അവൻ അവിടെ നിന്നു. ഒരു ചലനവും ഉണ്ടായില്ല. തൊട്ടില്ലെന്നടുത്തെത്താറായി. അപ്പോഴും അവന് മാറ്റമില്ല, ചലനമില്ല. സിംഹത്തിന് ഇച്ഛാഭംഗം തോന്നി. വേണ്ടിയിരുന്നില്ല, ചാടേണ്ടിയിരുന്നില്ല. ഇവൻ്റെ നിൽപ്പ് കണ്ടിട്ട് അപകടം തോന്നുന്നുണ്ട്. ഇവനൊരു ഭയവും കാണുന്നില്ല. ഇവൻ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നില്ല. എനിക്ക് ഇത് വേണ്ടിയിരുന്നില്ല. തിരിച്ചു പോകാൻ പറ്റില്ലല്ലോ, വായുവിൽ പറന്നു വന്നുകൊണ്ടിരിക്കുകയല്ലേ. സിംഹം ഇവൻ്റെ തൊട്ടടുത്തെത്തി. തൊട്ടില്ലെന്നായപ്പോൾ അസാമാന്യമായ മെയ് വഴക്കത്തോടെ അവൻ ഇടത്തോട്ട് തെല്ലൊന്ന് തെന്നിമാറി. ലാക്ക് തെറ്റിപ്പോയ സിംഹം നേരെ മുന്നോട്ട് പോകുന്നു. അത് മൂക്കടിച്ച് താഴെ വീഴുമെന്നുറപ്പായി. ശിംശോന് തെല്ല അനുകമ്പ തോന്നിയിട്ട് നൊടി നേരം കൊണ്ട് തൻ്റെ കൈ വീശി അതിൻ്റെ കുഞ്ചിരോമത്തിൽ പിടിച്ചു. കയ്യിലിട്ടൊന്ന് കറക്കി നിലത്തൊരൊറ്റ അടിയടിച്ചു. ആ അടിച്ച അടിയുടെ ശക്തിയിൽ സിംഹത്തിൻ്റെ അരക്കെട്ട് ഊരിപ്പോയി. ബാക്കിയെടുത്തൊന്ന് കുടഞ്ഞിട്ട് കാൽമുട്ടിനിടയിലോട്ട് കയറ്റി വെച്ചു. അതിൻ്റെ നെഞ്ചുകൂടി ഇപ്പോൾ അവൻ്റെ കാൽമുട്ടിനിടയിൽ ഇരിക്കുകയാണ്. 2 കാൽമുട്ടും ചേർത്തൊരു അമർത്തമർത്തിയപ്പോൾ എല്ല് ഞെരിഞ്ഞ് പൊട്ടുന്ന ഒച്ച കിടുകിടുകിടുകിടയെ കേൾക്കാമായിരുന്നു. പ്രാണവേദന കൊണ്ട് പുളഞ്ഞ സിംഹം വാപിളർന്ന് അലറുമ്പോൾ നല്ല സൗകര്യം. വലത് കൈ കൊണ്ടതിൻ്റെ അടിത്താടിയിലും ഇടത് കൈ കൊണ്ടതിൻ്റെ മേൽത്താടിയിലും പിടുത്തമിട്ടിട്ട് മുട്ടിനിടയിൽ നിന്ന് വലിച്ചെടുത്ത് വലിച്ചൊരൊറ്റ കീറ 2 കഷണമാക്കി. ഒരു കഷണം വലത്തോട്ടും ഒരു കഷണം ഇടത്തോട്ടും ഇട്ടിട്ട് കൂളായിട്ട് അവനങ്ങ് നടന്നുപോയി. ശിംശോൻ എങ്ങനെയാണ് സിംഹത്തെ പിടിച്ചതെന്ന് നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നോ? ഇപ്പോൾ കണ്ടില്ലേ? ഇങ്ങനെ തന്നെയാണോ അച്ഛാ എന്ന് നിങ്ങൾ ആരെങ്കിലും ചോദിച്ചാലേ, ഈ സംഭവം നടക്കുമ്പോൾ അവിടെ ഒരു അത്തിമരത്തിൻ്റെ മുകളിലിരുന്ന് ഞാനിതെല്ലാം കാണുന്നുണ്ടായിരുന്നു. ആമേൻ. അതുകൊണ്ട് എത്ര കൃത്യമായിട്ട് പറഞ്ഞത്. ഇപ്പോൾ ഇത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറേ പേർക്ക് സംശയമാവും, ഈ അച്ഛൻ അന്നും ഉണ്ടായിരുന്നോ എന്ന്. ദൈവമക്കളെ, നിങ്ങൾ വേദപുസ്തകം വായിക്കുന്നത് പോലെയല്ല അച്ഛൻ ഈ പുസ്തകം വായിക്കുന്നത്. ഈ പുസ്തകത്തിൽ വായിക്കുന്ന സകല സംഗതികളും അച്ഛൻ വിഷ്വൽ കാണുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ കഴിയുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു ബാലസിംഹത്തെ വെറും കൈ കൊണ്ട് കീറിക്കളഞ്ഞവൻ, തന്നെ വളഞ്ഞു നിന്ന ആയുധം ധരിച്ച 1000 പട്ടാളക്കാർ, ഫെലിസ്ത്യ പട്ടാളക്കാർ അവനെ പിടിച്ചു നിർത്തിയിരിക്കുക. അവനോട് പറഞ്ഞു, ഇന്ന് ഞങ്ങൾ നിന്നെ കൊല്ലും. ശിംശോൻ ചോദിച്ചു, ഇന്ന് തന്നെ കൊല്ലണമോ? ഒരാഴ്ച കഴിഞ്ഞിട്ട് കൊന്നാൽ പോരെ? അല്ല, ഇന്ന് തന്നെ നിന്നെ കൊല്ലണം, നിർബന്ധമാണ്, നിന്നെ വിടാൻ പറ്റില്ല. എന്നാൽ വൈകുന്നേരമായിട്ട് കൊന്നാൽ പോരെ? പറ്റില്ല, ഇപ്പോൾ തന്നെ നിന്നെ കൊല്ലണം. നിങ്ങളിപ്പോൾ തന്നെ എന്നെ കൊന്നേ അടങ്ങുള്ളൂ. അതേ, കൊന്നേ അടങ്ങുള്ളൂ, നിന്നെ ഇനി വച്ചേക്കുന്ന പ്രശ്നമില്ല. ഈ സംഭാഷണം നടക്കുമ്പോൾ ശിംശോൻ്റെ മുമ്പിൽ ഒരു കഴുത നിൽപ്പുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ കഴുതയുടെ തലയിൽ ഇങ്ങനെ വിരലോടിച്ചുകൊണ്ടാണ് ശിംശോൻ അവരോട് സംസാരിക്കുന്നത്. അവൻ്റെ ചുറ്റും ആയുധം ധരിച്ച വില്ലും അമ്പും കത്തിയും വാളും വടിയുമായി 1000 പട്ടാളക്കാർ വളഞ്ഞു നിൽക്കുകയാണ്. ഒരു വഴിക്കൂടെ അവന് രക്ഷപ്പെടാൻ പറ്റില്ലെന്നവർ ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. ഒന്നിനു പുറകെ ഒന്നായി ലെയറായി അവർ വളഞ്ഞു നിൽക്കുകയാണ്. സാംസൺ പലവട്ടം ചോദിച്ചു, അപ്പോൾ നിങ്ങൾ എന്നെ കൊല്ലുമല്ലേ? ഉറപ്പ്. ഇന്ന് തന്നെ കൊല്ലുമല്ലേ? ഉറപ്പ്. ഇപ്പോൾ തന്നെ കൊല്ലുമല്ലേ? ഉറപ്പ്. ശിംശോൻ ഈ കഴുതയുടെ
തലയ്ക്ക് മുകളിൽ നിന്ന് തൻ്റെ കൈ പതുക്കെ അതിൻ്റെ അടിത്താടിയിലേക്ക് കൊണ്ടുപോയി വിരലൊന്നമർത്തി ഒറ്റ വലിയ. പ്രിയപ്പെട്ടവരെ, ഒരു കഴുതയുടെ പച്ചത്താടിയെല്ലോണ്ട് അവൻ ഫെലിസ്ത്യരെ തല്ലിക്കൊന്നുവെന്ന് പറയുമ്പോൾ പലരും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവില്ല, ജീവനോടെ നിന്ന കഴുതയുടെ താടിയെല്ലാണ് അവൻ ഊരിയെടുത്തത്. അങ്ങനെ വേദപുസ്തകത്തിലില്ല കേട്ടോ. പിന്നെ എന്താ സംഭവിച്ചത്? നിന്ന നിൽപ്പിൽ ഒരൊറ്റ കറക്കം, പമ്പരം കറങ്ങും പോലെ തൊട്ടടുത്ത് നിന്ന 10-40 പട്ടാളക്കാരുടെ തല ആകാശത്തുകൂടെ ചിതറിപ്പറന്നു. രക്തം പുഴ പോലെ ചീറ്റി ഒഴുകി. എന്താണ് സംഭവിക്കുന്നതെന്ന് ഫെലിസ്ത്യ പട്ടാളക്കാർക്ക് മനസ്സിലാകും മുമ്പ് തെക്കോട്ടൊന്ന് മാറി ഒന്ന് കറങ്ങി, വടക്കോട്ടൊന്ന് മാറി വീണ്ടും കറങ്ങി, കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും അപ്രകാരം മാറി നിന്ന് കറങ്ങി. ഒരു 10-40 വട്ടം അവൻ കറങ്ങി നിലത്ത് ഉറപ്പിച്ച് തൻ്റെ കാൽ ചവിട്ടി നിന്നപ്പോൾ 1000 പേർ തല തകർന്ന്, അസ്ഥികൾ ഒടിഞ്ഞ്, പ്രാണൻ പിളർന്ന്, ചങ്ക് കീറി. പ്രിയപ്പെട്ടവരെ, തുണി അലക്കി പിഴിഞ്ഞതുപോലെ ചിതറി വീണ് കിടക്കുകയാണ്. ഒറ്റയ്ക്ക് അവൻ ഒറ്റയ്ക്ക് 1000 പടയാളികളെ തല്ലിക്കൊന്നവനാ. പ്രിയപ്പെട്ടവരെ, ബലവാനായിരുന്നു അവൻ. കാരണം അവൻ്റെ കൂടെ ദൈവമുണ്ടായിരുന്നു, ദൈവത്തിൻ്റെ ആത്മാവുണ്ടായിരുന്നു, ദൈവത്തിൻ്റെ ശക്തി ഉണ്ടായിരുന്നു. അപ്പോൾ അവനത് സാധ്യമായിരുന്നു. എന്നാൽ നാളുകൾ കഴിഞ്ഞു. അവൻ പാപത്തിന് തന്നെ അടിയറ വെച്ചു. വേശ്യാസ്ത്രീയുടെ മടിയിൽ കിടന്നുറങ്ങി. അവൾ കുറ്റിക്കൊടുത്ത് മദ്യം കുടിച്ച് മയങ്ങി. അവളുടെ വശീകരണ വാക്കുകളിൽ അവൻ തന്നെ അടിയറ വെച്ചു. തൻ്റെ ശക്തിയുടെ സ്രോതസ് തൻ്റെ തലയിലെ ജടകളേഴാണെന്ന് അവൻ അവളോട് പറഞ്ഞുപോയി. അവൾ അവൻ്റെ തല മുണ്ഡനം ചെയ്തു. അവനെ പിടിച്ചു കെട്ടി. അവന് അവിടെ നിന്ന് രക്ഷപ്പെടാനായില്ല. അവനെ അവർ കയ്യും കാലും കെട്ടിക്കൊണ്ടുപോയി. അവൻ്റെ കണ്ണിലേക്ക് അവർ ഇരുമ്പ് കുന്തം പഴിപ്പിച്ച് കുത്തിക്കയറ്റി. അവൻ്റെ കണ്ണ് രണ്ടും കുത്തിപ്പൊട്ടിച്ച് അവനെ അന്ധനാക്കി. അവനെ രാജകൊട്ടാരത്തിന് നിലവറയിൽ ബന്ധിച്ചു. ഒടുവിൽ അവന് ദാഗോന്റെ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കുരങ്ങ് കളിക്കാൻ കൊണ്ടുപോയി കെട്ടി നിർത്തി. പ്രിയപ്പെട്ടവരെ, ബലവാനായ മനുഷ്യൻ്റെ ബലം ദൈവമാണ്. ദൈവം കൂടെയില്ലെങ്കിൽ ഏത് മനുഷ്യനും ദുർബലനാണ്. ഒരു ബാലസിംഹത്തെ വെറും കൈ കൊണ്ട് കീറിക്കളഞ്ഞവൻ, ആയുധം ധരിച്ച 1000 പട്ടാളക്കാരെ ഒറ്റയ്ക്ക് നിന്ന് തല്ലിക്കൊന്നവൻ, ഒരു ദിവസം രാവിലെ മുതൽ ഉച്ചവരെയുള്ള സമയം കൊണ്ട് 300 കുരക്കന്മാരെ ഓടിച്ചിട്ട് പിടിച്ചവൻ, അവനിതാ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ ദുർബലനായി, കഴിവുകെട്ടവനായി, ബന്ധനസ്ഥനായി, കണ്ണുപൊട്ടനായി നിൽക്കുകയാണ്. ദൈവം കൂടെയില്ലെങ്കിൽ ഏത് ബലവാനും പരാജയപ്പെട്ടു പോകും. നമ്മളെ ആരെയെങ്കിലും ഈ നാളുകളിൽ സ്വന്തം കഴിവിൽ ആശ്രയിച്ച് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആകാമെന്ന് ആർക്കെങ്കിലുമൊക്കെ വിചാരമുണ്ടെങ്കിൽ ദൈവമക്കളെ വിജയിക്കില്ല. ദൈവത്തെ കൂടാതെ ഒരു മനുഷ്യനും വിജയിക്കാൻ കഴിയില്ല. ഈ വലിയ തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഇസ്രായേൽ ജനം മോശയുടെ മരണശേഷം യോശുവയുടെ നേതൃത്വത്തിൽ കനാൻ നാട് വെട്ടിപ്പിടിച്ച് മുന്നോട്ട് പോവുകയാണ്. അപ്പോഴാണ് അവരുടെ മുമ്പിൽ ആകാശം മുട്ടെ ഉയർത്തിക്കെട്ടിയ വലിയ വൻമതിലോടുകൂടിയ കോട്ട കണ്ടത്. ആ കോട്ട എരീഹോ കോട്ടയായിരുന്നു. ഈ യോശുവ 2 ഒറ്റുകാരെ ആ പട്ടണത്തിനകത്ത് അയച്ചു, അതിൻ്റെ ബലാബലം നോക്കിക്കണ്ട് മടങ്ങി വരാൻ. അവർ മടങ്ങി വന്നിട്ട് പറഞ്ഞു, യജമാനനെ, ഈ കോട്ട പിടിക്കാനുള്ള ബലം നമുക്കില്ല, ആൾബലമില്ല, ആയുധബലവുമില്ല, ഇത് പിടിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയുമില്ല. എന്നാൽ ദൈവമായ കർത്താവ് നമ്മോട് കൂടെയുണ്ടല്ലോ. യോശുവ ചെന്ന് ദൈവത്തിൻ്റെ മുമ്പിൽ കമിഴ്ന്നു വീണു. ദൈവം ചോദിച്ചു, യോശുവ, നീ എന്തിനാണ് സങ്കടപ്പെടുന്നത്? ദൈവമേ, കോട്ട പിടിക്കാനുള്ള ആൾബലമോ കായിക ബലമോ ആയുധബലമോ ഞങ്ങൾക്കില്ല, ഇത് എന്ത് ചെയ്യേണ്ടു എന്നറിയില്ല. അപ്പോൾ ദൈവം യോശുവയോട് ചോദിക്കുന്നുണ്ട്, മിസ്രൈമിൽ 10 ബാധകൾ നീ ദൃക്സാക്ഷിയല്ലേ? ആരാണ് ചെയ്തത്? കർത്താവേ, അവിടുന്നാണ്. മിസ്രൈമിൽ സംഹാരദൂതനിറങ്ങിയ രാത്രി ഇസ്രായേൽ മക്കളെ സംഹാരദൂതൻ്റെ വാളിൽ നിന്ന് രക്ഷിച്ചതാരാണ്? കർത്താവേ, അവിടുന്നാണ്. അലറിമറയുന്ന ചെങ്കടലിനെ 2ആയി വെട്ടിപ്പിളർന്ന് ഉണങ്ങിയ നിലത്തുകൂടെ നിങ്ങളെ ഇക്കര കടത്തിയതാരാണ്? കർത്താവേ, അവിടുന്നാണ്. മരുഭൂപ്രയാണ കാലത്ത് ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്ന് ആഹാരം തന്നതാരാണ്? കർത്താവേ, അവിടുന്നാണ്. മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ വലഞ്ഞ് നിങ്ങൾക്ക് ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന തീക്കൽപ്പാറയുടെ മാറു പിളർന്ന് ഐസ് പോലെ നടത്ത നിർമ്മല ജലം ഊറ്റിക്കുടിപ്പിച്ചതാരാണ്? കർത്താവേ, അവിടുന്നാണ്. ആ ദൈവമാണ് ഞാൻ ഇപ്പോഴും ജീവിക്കുന്നു. കോട്ട ഞാൻ പിടിച്ചു തരും. ഞാൻ പറയുന്നത് പോലെ ചെയ്യുക. പ്രിയപ്പെട്ടവരെ, ഒരു തുള്ളി രക്തം ചിന്താതെ, ഒരായുധമെടുത്ത് ഒരാളെ അറ്റാക്ക് ചെയ്യാതെ ഈ ജനം 7 ദിവസം കൊണ്ട് കോട്ട പിടിച്ചു. ദൈവത്തിൻ്റെ സാന്നിധ്യം അവരോട് കൂടെ ഇരുന്നതിനാൽ ദിവസത്തിൽ 1 വണ്ണം 6 നാൾ കൊണ്ട് 6 വട്ടം പട്ടണം ചുറ്റി ഇസ്രായേൽ ജനം. 7-ാം നാളിൽ മാത്രം 7 വട്ടം പട്ടണം ചുറ്റി ഇസ്രായേൽ ജനം.
6, 7, 13 വട്ടം പട്ടണം ചുറ്റി 13ാം പ്രദക്ഷിണം പൂർത്തിയായപ്പോൾ യോശുവ കാഹളമൂതുവാൻ പുരോഹിതന്മാരോട് കൽപ്പിച്ചു. കാഹളനാദം കേട്ട മാത്രയിൽ 600,000 വരുന്ന ഇസ്രായേൽ ജനസഞ്ചയം ഒന്നടങ്കം സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ ആർപ്പിട്ട് ആരാധിച്ചു. ആരാധനയുടെ ശബ്ദത്തിങ്കിൽ ദൈവം ആകാശം കീറി ഇറങ്ങി വന്നു. എരിഹോ വന്മതിൽ മേൽ അവൻ്റെ കാലുകൾ അവൻ പതിപ്പിച്ചു. ദൈവത്തിൻ്റെ കാലത്തിൽ തൊട്ട മാത്രയിൽ ആ കോട്ട ഭസ്മം പോലെ പൊടിഞ്ഞു തൂകി. പ്രിയപ്പെട്ടവരെ, ആ കോട്ടയ്ക്കുള്ളിൽ ഇസ്രായേൽ മക്കൾ പാഞ്ഞു കയറി. ഓരോ ഇസ്രായേൽ പടയാളിയും താൻ നിന്നിടത്തുകൂടെ ഇടത്തോട്ടോ വലത്തോട്ടോ ഒരു ചുവട് മാറാതെ നേർക്ക് നേരെ പട്ടണത്തിൽ കയറി പട്ടണം പിടിച്ചു. പ്രിയപ്പെട്ടവരെ, ആ പട്ടണത്തെ ചുട്ട് ചാമ്പലാക്കാൻ ദൈവം കൽപ്പിച്ചു. അങ്ങനെ തന്നെ അവർ അത് അഗ്നിക്കിരയാക്കി കളഞ്ഞു. ആർക്കും തകർക്കാൻ കഴിയില്ലെന്ന് അഹങ്കാരത്തോടെ പണിയപ്പെട്ടിരുന്ന എരിഹോ കോട്ടയെ ഒരു തുള്ളി രക്തം ചിന്താതെ പിടിച്ചു. ദൈവം കൂടെയുണ്ടെങ്കിൽ ഏത് കോട്ടയും തകരും, ഏത് തടസ്സവും മാറും, ഏത് പ്രതിസന്ധിയും മാറും, എത്ര വലിയ ഭീമാകാരമായ പർവ്വതാകാരമായ പ്രതിസന്ധിയെയും മറികടക്കാൻ കഴിയും. അവരത് നേടി. പക്ഷേ ചുരുങ്ങിയ ദിവസങ്ങൾക്കപ്പുറത്ത് ഒരു ചെറിയ പട്ടണമായ ഹായി എന്നു പേരുള്ള ഒരു പട്ടണം പിടിക്കാൻ ഇസ്രായേൽ മക്കൾ പുറപ്പെട്ടു പോയി. ചെറിയ പട്ടണമാണ്, മുഴുവൻ പടയാളികളും പോകണ്ട. സെലക്ട് ചെയ്ത കുറച്ച് പേരെയും കൊണ്ടാണ് യുദ്ധം ചെയ്യാൻ പോയത്. പക്ഷേ ഹായിയിലെ പട്ടാളത്തിന് മുമ്പിൽ യോശുവയുടെ പടയാളികൾ തോറ്റമ്പി. അവരിൽ ചിലർ വെട്ടുകൊണ്ട് വീണു, ചിലർ പട്ടുപോയി, ചിലർ പലായനം ചെയ്തു. ഇസ്രായേലാകെ തകർന്നുപോയി. യോശുവ ആകെ സംഭ്രമിച്ച് ദൈവസന്നിധിയിൽ പോയി സാഷ്ടാംഗം വീണു. തമ്പുരാനെ, എന്തുകൊണ്ടാണ് ഈ കോട്ടയ്ക്ക് മുമ്പിൽ ഞങ്ങൾ തകർന്നു പോകുന്നത്? ഹായിയിലെ ജനം ഒട്ടും ബലമുള്ളവരല്ലല്ലോ, എന്തേ ഞങ്ങൾ തോറ്റുപോകുന്നത്? ഒറ്റ മറുപടി, ഇപ്പോൾ ഞാൻ നിങ്ങളോട് കൂടെ യുദ്ധം ചെയ്യുന്നില്ല. ഞാൻ നിങ്ങളോട് കൂടെ ഇല്ലാത്തത് കൊണ്ടാണ് ഈ യുദ്ധത്തിൽ നിങ്ങൾ പരാജയപ്പെടുന്നത്. എരിഹോ പിടിച്ചപ്പോൾ ദൈവമാണ് പട നയിച്ചത്. ഹായി പിടിക്കാൻ പോയപ്പോൾ ദൈവം ഈ പടയാളികളെ വിട്ടുമാറി. യോശുവ ചോദിച്ചു, എന്തുകൊണ്ട്? ഇസ്രായേൽ പാളയത്തിൽ പാപമുണ്ട്. ഒരുവൻ പാപം ചെയ്തിരിക്കുന്നു. എരിഹോ കോട്ടയിൽ നിന്ന് കൊള്ള മുതൽ ആരും കൊള്ളയെടുക്കരുത്. അത് മുഴുവൻ ദൈവത്തിന് ശപഥാർപ്പിതമായിരിക്കണം. ദൈവം യുദ്ധം ചെയ്ത് പിടിച്ച കോട്ടയാണ്. അതുകൊണ്ട് അതിലുള്ള സകലതും ചുട്ടുകളയണമെന്ന് ദൈവം കൽപ്പിച്ചിട്ട് ആഖാൻ എന്നു പേരുള്ള ഒരു മൂഢൻ അവിടെ നിന്ന് സ്വർണ്ണക്കട്ടികളും വെള്ളിക്കട്ടികളും പട്ടുവസ്ത്രങ്ങളും കൊള്ളയിട്ട് കൊണ്ടുവന്ന് കൂടാരത്തിനകത്ത് കുഴികുത്തി അവൻ കുഴിച്ചിട്ടിരുന്നു. എന്നിട്ട് ഞാനൊന്നും അറിഞ്ഞില്ലെന്ന ഭാവത്തിൽ അവൻ ഇസ്രായേൽ പാളയത്തിലൂടെ സഞ്ചരിക്കുകയാണ്. യോശുവയോട് ദൈവം പറഞ്ഞു, പാപമുണ്ട്, 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 പാപമുള്ളിടത്ത് പരിശുദ്ധൻ പാർക്കുകയില്ല. ഹല്ലേലൂയ. പാപമുള്ളിടത്ത് പരിശുദ്ധൻ പാർക്കുകയില്ല. ഇന്ന് പലരുടെയും ചോദ്യം ഇതാണ്, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ നിരന്തര പരാജയങ്ങൾ? എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ വെച്ച ചുവടുകളെല്ലാം പിഴയ്ക്കുന്നു? എന്തുകൊണ്ട് ഞാൻ പോകുന്ന വഴികളിലെല്ലാം തടസ്സം നേരിടുന്നു? എന്തുകൊണ്ട് എൻ്റെ കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഇല്ലാതെയാകുന്നു? എന്തുകൊണ്ട് എന്തുകൊണ്ട് എന്തുകൊണ്ട്? ഉത്തരം തേടി ഉഴറി അലഞ്ഞ് തിരിയേണ്ട കാര്യമില്ല. ഒറ്റ കാര്യമേ ഉള്ളൂ. ഇപ്പോൾ ദൈവം നിൻ്റെ ഭവനത്തിലില്ല. ഇപ്പോൾ ദൈവം നിൻ്റെ വ്യക്തി ജീവിതത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തിട്ടില്ല. ഇപ്പോൾ ദൈവം നിന്നെ മുന്നിൽ നിന്ന് നയിക്കുന്നില്ല. എത്രയോ പണ്ടേ ദൈവം നിന്നെ വിട്ടുമാറിക്കഴിഞ്ഞു. എന്തുകൊണ്ട് ദൈവം ഒരാളെ വിട്ടുമാറുന്നു? ഉത്തരം ഇത്രയേ ഉള്ളൂ, ആ വ്യക്തി ദൈവത്തിന് അനിഷ്ടമായത് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ ആ കുടുംബത്തിൽ ആരോ അത് ചെയ്തിരിക്കുന്നു. ദൈവപക്ഷത്തല്ലാത്തവനോടുകൂടെ ദൈവമില്ലെന്നറിയണം. പ്രിയപ്പെട്ടവരെ, യോശുവ ഇസ്രായേൽ മക്കളെ വിളിച്ചു വരുത്തി ചോദിച്ചു, ആരാണ് കൽപ്പന ലംഘിച്ചത്? ആരാണ് കൊള്ള മുതൽ കൊള്ളയെട്ടെടുത്തത്? ആരും സമ്മതിച്ചില്ല. ഒടുവിൽ ദൈവം പറഞ്ഞു, ചീട്ടിടുക. ചീട്ട് ഗോത്രങ്ങൾക്ക് ചീട്ടിട്ടു, വംശങ്ങൾക്ക് ചീട്ടിട്ടു, കുലങ്ങൾക്ക് ചീട്ടിട്ടു, കുടുംബങ്ങൾക്ക് ചീട്ടിട്ടു. അവസാനം ആഖാന്റെ കുടുംബത്തിൽ ചീട്ട് വീണു. പിടിക്കപ്പെടുന്നത് വരെ അവൻ നിരൂപിച്ചില്ല പിടിക്കപ്പെടുമെന്ന്. ദൈവം ഇപ്പോൾ അവനെ പിടിച്ച് കീഴടക്കി. പ്രിയപ്പെട്ടവരെ, അവൻ വാവിട്ട് നിലവിളിച്ചവൻ പറഞ്ഞു, എനിക്ക് അബദ്ധം പറ്റി, ഞാൻ തെറ്റ് ചെയ്തു, കരുണ തോന്നണം, എന്നോട് ക്ഷമിക്കണം. ആദ്യം ചോദിച്ചപ്പോൾ നീ അത് സമ്മതിച്ചിരുന്നെങ്കിൽ നിന്റെ പാപം ക്ഷമിക്കപ്പെടുമായിരുന്നു. നീ ഈ സമയം വരെ എല്ലാവരെയും കബളിപ്പിച്ചിരിക്കയാൽ നിനക്കിനി ക്ഷമയില്ല. ആഖാനെ, അവൻ്റെ കുടുംബത്തെ, അവൻ്റെ ആടുമാടുകളെ, അവൻ്റെ കന്നുകാലികളെ,
അവൻ്റെ മൃഗസമ്പത്തിനെ ഒരു കോർണറിലേക്ക് മാറ്റി നിർത്തി സകല ഇസ്രായേലും കല്ലെറിഞ്ഞ് അവരെ കൽക്കൂമ്പാരത്തിനുള്ളിലാക്കി എന്നേക്കും ഒരു സമാധിയിൽ അവരെ ഉറപ്പിച്ചു. ദൈവമക്കളെ, ദൈവം കൂടെയില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒരു കുടുംബം മുന്നോട്ട് പോകാൻ പരാജയപ്പെടും. ദൈവം കൂടെയില്ലാത്ത സഭ മുൻപോട്ട് പോകുമ്പോൾ പരാജയപ്പെടും. ദൈവം കൂടെയില്ലാത്ത ഏത് പ്രസ്ഥാനവും മുന്നോട്ട് പോകുമ്പോൾ പരാജയപ്പെടും. പറഞ്ഞു പോയാൽ എത്രയെത്ര സംഭവങ്ങൾ ദൈവം കൂടെയില്ലാതെയായാൽ സകലയിടത്തും പരാജയങ്ങളാണ്. ദൈവം എൻ്റെ കൂടെ ഉണ്ടാകണം. ഈ രാത്രി നമ്മളോട് ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: എൻ്റെ ദൈവം എന്നോട് കൂടെ ഉണ്ടോ? ഞാൻ ദൈവത്തോട് കൂടെ ആണോ? പ്രവാചകനായ ബിലയാം എന്ത് പറഞ്ഞാലും അത് അതുപോലെ സംഭവിക്കും. എന്നാൽ ഇസ്രായേൽ ജനത്തിനെതിരെ ശാപവാക്കുച്ചരിപ്പാൻ ബിലയാമിനെ വില കൊടുത്തു വാങ്ങാൻ ശത്രു രാജാക്കന്മാരുടെ പിണയാളികൾ വന്നപ്പോൾ അവൻ ദൈവത്തോട് ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യണം? ദൈവം പറഞ്ഞു, പോകരുത്. ആ ജനം ശപിക്കപ്പെടേണ്ടവരല്ല, ആ ജനം അനുഗ്രഹിക്കപ്പെടേണ്ടവരാണ്. അവൻ പുറത്ത് ചെന്ന് ഈ ശത്രുക്കളായ രാജാക്കന്മാരുടെ പിണയാളുകളോട് പറഞ്ഞു, എനിക്ക് നിങ്ങളോട് കൂടെ വരാൻ തരമില്ല, എൻ്റെ ദൈവം അത് അനുവദിക്കുന്നില്ല. അപ്പോൾ അവർ ഒരു കാര്യം ചെയ്തു. കുറേ സ്വർണ്ണക്കട്ടികളും പൊൻകട്ടികളും അവന് കാണിച്ചിട്ട് പറഞ്ഞു, ഇതെല്ലാം നിനക്ക് തരാം. അവന് മോഹം ജനിച്ചു, ഇത്രയും സമ്പാദ്യം കിട്ടുമല്ലോ. അവൻ പോയി ദൈവത്തോട് രണ്ടാം വട്ടം ആലോചന ചോദിക്കുക, ദൈവമേ, ഞാൻ അവരോടുകൂടെ പോകുന്നതിനെക്കുറിച്ച് നിൻ്റെ അഭിപ്രായം എന്താണ്? ദൈവം പറഞ്ഞു, ബിലയാം പോകരുത്. കാരണം അവർ അനുഗ്രഹിക്കപ്പെടേണ്ട ജനമാണ്, ശപിക്കപ്പെടേണ്ട ജനമല്ല. ബിലയാം പുറത്തു വന്ന് പറഞ്ഞു, ദൈവം അനുവദിക്കുന്നില്ല. അപ്പോൾ അവർ കൊണ്ടുവന്നിട്ടുള്ള വാഹനത്തിൻ്റെ അരികിലേക്ക് അവനെ കൊണ്ടുപോയിട്ട് ആ വാഹനത്തിനുള്ളിലേക്ക് ഒന്ന് നോക്കാൻ പറഞ്ഞു. എണ്ണിയാലൊടുങ്ങാത്ത സ്വർണവും വെള്ളിയും പൊന്നും അവൻ്റെ 100 തലമുറകൾക്കുള്ളത് അതിനകത്തുണ്ട്. ഇതെല്ലാം നിനക്കാണ്, നീ ഒന്നുകൂടെ ആലോചിക്കാൻ പറഞ്ഞു. അവനകത്ത് ചെന്ന് 3-ാം വട്ടം ദൈവത്തോട് ചോദിക്കുക, ദൈവമേ, ഞാൻ അവരോടുകൂടെ പോകുന്നതിനെക്കുറിച്ച് നിൻ്റെ അഭിപ്രായം എന്താണ്? അപ്പോൾ ദൈവം പറഞ്ഞു, പൊക്കോ. ദൈവം അരുതെന്ന് പറഞ്ഞിട്ട് പിന്നെയും പൊക്കോട്ടെ എന്ന് ചോദിച്ചാൽ പൊക്കോളാൻ പറയുന്നത് മനസ്സുണ്ടായിട്ടാണോ? ആണോ? അല്ല. അവൻ പോയി കഴുതയ്ക്ക് കോപ്പിട്ട് കെട്ടി കഴുതപ്പുറത്ത് കയറി അവൻ പോയി. ഈ ബിലയാമിൻ്റെ കഴുതയ്ക്കൊരു പ്രത്യേകതയുണ്ട്. സ്ഥിരം പാർട്ടി ആയതുകൊണ്ട് പുറത്തേക്ക് കയറിയിരുന്ന്, മോനെ ഇന്നിടം വരെ പോകണമെന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങ് ഇരുന്ന് കൊടുത്താൽ മതി, കഴുത വഴി കണ്ടെത്തി പൊക്കോളും. അവനോട് പറഞ്ഞു, നമുക്ക് ഇന്ന സ്ഥലം വരെ പോകണം. കഴുതപ്പുറത്ത് അവൻ സഞ്ചരിക്കുന്നത്. കുറേ ദൂരം പോകണം. കഴുത 1 ഇഞ്ച് മുന്നോട്ട് നീങ്ങാൻ തയ്യാറായില്ല, കഴുത നടക്കാൻ തയ്യാറായില്ല. ബിലയാമിന് ദേഷ്യം വന്നു, കുറേ വഴക്ക് പറഞ്ഞു, പക്ഷെ കഴുത നടക്കാൻ കൂട്ടാക്കിയില്ല. അത് കഴിഞ്ഞ് അവൻ കഴുതയെ അടിച്ചു, അപ്പോഴും അത് നടക്കാൻ കൂട്ടാക്കിയില്ല. പിന്നെ ഇവന് കുറേ മർദ്ദിച്ചപ്പോൾ ഇവൻ്റെ കാല് മതിലോട് ചേർത്തങ്ങ് ഞെരുക്കി. അപ്പോഴും ബിലയാം കഴുതയെ ചീത്ത വിളിക്കുകയും അടിക്കുകയും ചെയ്തു. അവസാനം കഴുത ഇവിടെ കിടപ്പായി. അടിച്ചു കൊല്ലുമെന്ന് ഉറപ്പായപ്പോൾ കഴുത മനുഷ്യ ഭാഷയിൽ അവനോടൊരു ചോദ്യം ചോദിച്ചു. ഞാൻ എത്ര വർഷമായി നിൻ്റെ വാഹനമാണ്? എത്രയോ നാളായി ഞാൻ നിന്നെ ചുമക്കുന്നു. ഇതിനു മുമ്പ് ഞാൻ മടി പിടിച്ചിട്ടുണ്ടോ? ഇല്ല. ഇതിനു മുമ്പ് ഞാൻ നിൻ്റെ കാല് മതിലിൽ ഞെരുക്കിയിട്ടുണ്ടോ? ഇല്ല. ഇതിനു മുമ്പ് ഞാൻ എപ്പോഴെങ്കിലും വഴിമാറി സഞ്ചരിച്ചിട്ടുണ്ടോ? ഇല്ല. ഇന്ന് ഇതെല്ലാം സംഭവിച്ചു. എന്താ കാര്യം? കണ്ണു തുറന്ന് നോക്കടോ. മുമ്പിലൊരു ദൂതൻ ഊരിപ്പിടിച്ച വാളുമായി നിൽക്കുകയാണ്. നീണ്ട തലയാണ് അവൻ്റെ ലക്ഷ്യം. എൻ്റെ യജമാനൻ്റെ തല ആ നിൽക്കുന്ന ദൈവദൂതൻ്റെ വാള് വീണ് പിളർന്നു പോകാതിരിക്കാനാ ഞാൻ നിനക്ക് പ്രൊട്ടക്ഷൻ തന്നതാണ് ഈ കണ്ടത്. അപ്പോഴാണ് ഈ പൊട്ടന് കണ്ടു തുറന്നത്. ദൈവം മുമ്പിൽ നിൽക്കുക ഊരിപ്പിടിച്ച വാളുമായി. ദൈവത്തിന് സ്തോത്രം. എത്ര വലിയ ബലവാനാണെങ്കിലും ദൈവം കൂടെയില്ലാത്ത യാത്ര അപകടമാണ്. ആർത്തിമൂത്ത ദൈവാധിവാസമില്ലാത്ത സോദോമിലേക്കും ഗോമോറായിലേക്കും താമസം മാറ്റിയ ലോത്തിൻ്റെ ജീവിതം ആർഭാടത്തിൽ മുങ്ങിയതായിരുന്നെങ്കിൽ ഒടുവിൽ അവസാനിച്ചത് പരമദുരന്തത്തിലാണ്. ചരിത്രം നമുക്കറിയാം. ദൈവസാന്നിധ്യമില്ലാത്ത സോദോം ഗോമോറ നശിച്ചുപോയി. ദൈവസാന്നിധ്യമില്ലാത്ത ഇടങ്ങളിൽ
മത്സരമുണ്ട്, അഹങ്കാരമുണ്ട്, പരാജയമുണ്ട്. ബാബേൽ കോട്ട തകർന്നുപോയി. ദൈവസാന്നിധ്യമില്ലാത്ത ഇടങ്ങളിൽ പാപസാന്നിധ്യമുണ്ട്, പാപാസ്വാദനങ്ങളുണ്ട്. അതിനാൽ ജീവിതത്തിന് തകർച്ചയുണ്ട്. ശിംശോൻ്റെ ജീവിതം സാക്ഷ്യമാണ്. ദൈവസാന്നിധ്യമില്ലാത്ത ഇടങ്ങളിൽ പരാജയങ്ങളുണ്ട്, മരണമുണ്ട്. എരിഹോയും ഹായിയും അത് നമ്മളെ പഠിപ്പിക്കുന്നു. ദൈവസാന്നിധ്യമില്ലാത്ത ഇടങ്ങളിൽ ഒരിക്കലും അനുഗ്രഹങ്ങൾ ഉണ്ടാകില്ല. അവിടെ അപകടമുണ്ട്, മാർഗതടസ്സമുണ്ട്. അവിടെ ദൈവത്തിൻ്റെ ന്യായവിധിയുണ്ട്, കത്തുന്ന ഗന്ധകമുണ്ട്, അണയാത്ത തീപ്പൊയ്കയുണ്ട്. അതുകൊണ്ട് ദൈവത്തോട് കൂടെയായിരിക്കണം ജീവിതയാത്ര. പ്രിയപ്പെട്ടവരെ, വേദപുസ്തകം എന്താ പഠിപ്പിക്കുന്നത്? ദൈവം പറയുന്നു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. വീണ്ടും കർത്താവ് പറയുന്നു, കണ്ടാലും ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും. അനാഥരായി ദൈവം ആരെയും വിടുന്നില്ല. ഒരിക്കലും അവൻ നമ്മെ തനിച്ചാക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. യെശയ്യാ പ്രവചനം 7-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം, കന്യക ഗർഭിണിയായ ഒരു പുത്രനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. അമ്മാനുയേൽ, ദൈവം നമ്മോട് കൂടെ. ശുദ്ധമുള്ള മത്തായി എഴുതിയ രക്ഷാസുവിശേഷം 1-ാം അധ്യായം 22-ാം തിരുവചനം, അവിടെ അവന് ഇമ്മാനുവേൽ അല്ലെങ്കിൽ അമ്മാനുവേൽ എന്നർത്ഥം വരുന്ന യേശു എന്ന് പേർ വിളിക്കണമെന്ന് ദൈവദൂതൻ പറയുന്നു. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ തിരുവചനം, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലിരിക്കുന്നു. ഹല്ലേലൂയ! മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. ആമേൻ. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മോട് കൂടെ, നാം കർത്താവിനോട് കൂടെ. ജീവിതത്തിൽ അവൻ ഒരിക്കലും നമ്മെ അനാഥരായി വിടുകയില്ല. ഇന്നുവരെ അവൻ ആരെയും അനാഥരായി വിട്ടിട്ടില്ല. എന്നിട്ടും എന്തേ നമ്മൾ അനാഥരായി പോകുന്നത്? ഉത്തരം, കർത്താവ് എൻ്റെ കയ്യിൽ നിന്ന് വിട്ടതല്ല, ഞാൻ കർത്താവിൻ്റെ കയ്യിൽ നിന്ന് പിടിവിട്ടതാണ്. എൻ്റെ ആഗ്രഹ സാഫല്യത്തിന് വേണ്ടി, എൻ്റെ ഇംഗിതങ്ങൾ നടന്നു കിട്ടാൻ വേണ്ടി ഞാൻ കർത്താവിൻ്റെ കയ്യിൽ നിന്ന് പിടിവിട്ടതാണ്. കർത്താവ് എന്നെ വിട്ടുകളഞ്ഞതല്ല, ഞാൻ അവനെ വിട്ടുകളഞ്ഞതാണ്. ഞങ്ങൾ കോതമംഗലം എന്ന സ്ഥലത്ത് താമസിക്കാൻ വന്നിട്ട് 20 വർഷം കഴിഞ്ഞു. അതുവരെ ഞങ്ങൾ കണ്ണൂർ ജില്ലയിലായിരുന്നു താമസിച്ചിരുന്നത്. 12 വർഷങ്ങൾ കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ ഞങ്ങൾ താമസിച്ചിരുന്നു. ഞങ്ങളുടെ ജന്മസ്ഥലം എന്ന് പറയുന്നത് വയനാട് ജില്ലയിലാണ്. പ്രിയപ്പെട്ടവർ, ഈ കോതമംഗലത്ത് ഞങ്ങൾ താമസിക്കാൻ വന്ന അടുത്ത വർഷങ്ങളിൽ ഉണ്ടായ ഒരു സംഭവം മറക്കാൻ പറ്റുന്നില്ല. 5 വയസ്സ് അല്ലെങ്കിൽ 4 വയസ്സ് പ്രായമുള്ള ഒരു ആൺകുട്ടി, ഭയങ്കര മിടുക്കനാണ്. ആ കുട്ടി അവൻ്റെ പപ്പയുടെ അനുജനുമായിട്ട് ഭയങ്കര കൂട്ടാണ്. അവരിങ്ങനെ ഭയങ്കര സ്നേഹത്തിലാണ് ഈ കുഞ്ഞും അവൻ്റെ അപ്പാപ്പനും തമ്മിൽ. പ്രിയപ്പെട്ടവരെ, അവിടെ പോപ്പുലർ കാർ റാലി വരുന്നതായ ഒരു ദിവസമായിരുന്നു അത്. വനത്തിനുള്ളിലൂടെ കൊടുങ്കാറ്റ് വേഗത്തിൽ കാറുകൾ പൊടി പറത്തി ചീറിപ്പാഞ്ഞു പോകുന്ന പ്രത്യേക ട്രാക്കുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ചെറുപ്പക്കാരന്, ഈ കുട്ടിയുടെ അപ്പൻ്റെ അനിയന് ഇത് ഇച്ചിരി ക്രൈസാണ്. അവൻ ഈ കാർ റാലി കാണാൻ പോകാനായിട്ട് ഇറങ്ങി. അപ്പോൾ ഈ കൊച്ചു ചോദിച്ചു, എവിടെയാണ് പോകുന്നത്? ഞാൻ കാർ റാലി കാണാൻ പോവുക, എന്നാൽ ഞാനും പോരുക. അയാൾ പറഞ്ഞു, പോരണ്ട മോനെ. വീട്ടിലുള്ളവരൊക്കെ നിർബന്ധിച്ചു, പോകണ്ട, കൊണ്ടുപോകണ്ട, അവിടെ ഭയങ്കര പൊടിയാണ്, ഭയങ്കര സ്പീഡിൽ വണ്ടി വരുന്നതാണ്, ആൾക്കൂട്ടം ഒരുപാടുണ്ടാകും. പക്ഷേ ഈ കുട്ടി അങ്ങ് വാശി പിടിച്ചു. അവൻ പറഞ്ഞു, ഞാൻ കൊണ്ടുപോയിക്കൊള്ളാം, സുരക്ഷിതമായി തിരിച്ചു കൊണ്ടുവരാം. അവിടെ ബാരിക്കേഡുകളൊക്കെ കെട്ടിയിട്ടുണ്ട് 2 സൈഡിലും. അതിനുള്ളിലൂടെ കാറിങ്ങനെ പാഞ്ഞു പോകും. അപ്പോൾ ഓരോ 10 മിനിറ്റിൽ അനൗൺസ്മെൻറ്റ് വരും, ഏത് നിമിഷത്തിലും വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകും. 150 കിലോമീറ്ററിന് മുകളിൽ സ്പീഡിലായിരിക്കും വാഹനം വരുന്നത്. അതുകൊണ്ട് എല്ലാവരും ജാഗ്രതയോടെ നിൽക്കണം, ബാരിക്കേഡുകളാരും മറികടക്കരുത്. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ഇങ്ങനെ മസിൽ പിടിച്ച് നിൽക്കുക. ഈ അനൗൺസ്മെൻറ്റ് 1 പ്രാവശ്യം, 2 പ്രാവശ്യം, 5 പ്രാവശ്യം, 10 പ്രാവശ്യം കഴിഞ്ഞിട്ടും ഒരു കാറ് പോലും വന്നില്ല. ഈ പുലി വരുന്നേ എന്ന് പലവട്ടം പറഞ്ഞാൽ പുലി വന്നില്ലെങ്കിൽ ആളുകൾ എന്തോ വിചാരിക്കും, ഇത് ചുമ്മാ പോച്ച പറയുന്നതാണ്. ഇവരെല്ലാവരും അങ്ങ് അലസരായി. ഈ മനുഷ്യൻ തൻ്റെ കുഞ്ഞിൻ്റെ കയ്യിൽ അപ്പോഴും പിടിവിടാതെ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പെട്ടെന്നാണ്
ഈ കുഞ്ഞൊരു കാഴ്ച കണ്ടത്. ഈ ട്രാക്കിൻ്റെ ഇപ്പുറത്തൊരു ബാരിക്കേഡുണ്ട്, അപ്പുറത്ത് വേറെയും ബാരിക്കേഡുണ്ട്. മുളങ്കമ്പ് കൊണ്ട് കെട്ടിയിരിക്കുന്ന ബാരിക്കേഡാണ്. ഇതിൻ്റെ അപ്പുറത്ത് ഇവൻ്റെ അമ്മയുടെ ആങ്ങള, ഇവൻ്റെ അമ്മാവൻ നിൽക്കുന്നു. അതേ, ചാച്ചായി നിൽക്കുന്നു എന്ന് പറയുകയല്ല, സെക്കൻഡ് നേരം കൊണ്ട് ഈ കുഞ്ഞ് അവൻ്റെ അപ്പൻ്റെ അനുജൻ്റെ കയ്യിൽ നിന്ന് ബലമായിട്ട് കൈ വലിച്ചുങ്ങൂരി. ഈ മനുഷ്യൻ പിടിച്ചിരുന്നതാണ് കുഞ്ഞിനെ. ആ ക്ഷണത്തിൽ തന്നെ ഈ കുഞ്ഞ് ഈ വെച്ച് കെട്ടിയിരുന്ന മുളങ്കമ്പിൻ്റെ ബാരിക്കേഡിനുള്ളിലൂടെ നൂണ്ട് കടന്ന് ഓപ്പോസിറ്റ് നിൽക്കുന്ന അമ്മാവൻ്റെ അടുത്തേക്ക് ഒരൊറ്റ പാച്ചിലാണ്. ആ സെക്കൻഡിലാണ് പ്രിയപ്പെട്ടവരെ ഒന്നാമത്തെ കാറ് കൊടുങ്കാറ്റ് വേഗത്തിൽ പാഞ്ഞു വന്നത്. ആ കാറ് കുഞ്ഞിനെ ഇടിച്ചിട്ട് ആ തേക്ക് പ്ലാന്റേഷനിലുണ്ടായിരുന്ന ഏറ്റവും വലിയ തേക്കിൻ്റെ മുകളിൽ വരെ ആ കുഞ്ഞ് പറന്നുപോയി. ആ കുഞ്ഞ് കരണം മറിഞ്ഞ് തലയിടിച്ച് വീണു. പിറകെ എന്ന വണ്ടികൾ അതിന് മുകളിലൂടെ പാഞ്ഞ് കടന്നുപോയി. ദൈവമക്കളെ, നാട് വല്ലാതെ തകർന്നു പോയ ഒരു സംഭവമായിരുന്നു അത്. ഈ മനുഷ്യൻ തൻ്റെ കുഞ്ഞിനെ അപകടത്തിലേക്ക് വലിച്ചെറിഞ്ഞതല്ല, ആ കുഞ്ഞ് കൈ വലിച്ചൂരിക്കൊണ്ട് ഓടി അപകടത്തിൽ ചെന്ന് പെട്ടതാണ്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവം ഇന്ന് വരെ എന്നെയും നിങ്ങളെയും കൈവിട്ടിട്ടില്ല. സ്വയം ചെയ്തതാണത്. പലരും ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ വിളിച്ചു പറയുന്നൊരു വാക്കുണ്ട്, ദൈവം എന്നെ ഉപേക്ഷിച്ചു. ഇല്ല, ആ പ്രയോഗം തെറ്റാണ്. ദൈവം ഇന്ന് വരെ ആരെയും ഉപേക്ഷിച്ചിട്ടില്ല. അങ്ങനൊരു സ്വഭാവം ദൈവത്തിനില്ല. ദൈവം പറഞ്ഞത് എൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെ ഇരിക്കുമെന്നാണ്. ഞാൻ ചെയ്യേണ്ടത് ദൈവസന്നിധി വിട്ടുപോകാതിരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് കരുതലോടെ ജീവിക്കണം. ഇന്നത്തെ സമയം ഇവിടെ തീരുകയാണ്. ഈ പ്രസംഗം ഇന്ന് തീരുന്നില്ല, നാളെ വൈകിട്ട് തുടരും. നാളെ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്, ദൈവത്തോടു കൂടെ ഞാൻ ഇരുന്നാൽ, ദൈവം എൻ്റെ കൂടെ ഇരുന്നാൽ എനിക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങൾ കിട്ടുമെന്നാണ്. അതുകൊണ്ട് നാളെ എല്ലാവരും വന്ന് പങ്കെടുക്കണം. ഇവിടെ ഒരുപാട് സ്ഥലം ബാക്കിയുണ്ടെന്ന് നിങ്ങളുടെ അയൽക്കാരോടും നിങ്ങളുടെ വീട്ടിലുള്ളവരോടും നിങ്ങളുടെ നാട്ടുകാരോടും നിങ്ങൾ പറയണം. എല്ലാവരെയും നിങ്ങൾ ഈ പള്ളിയിലേക്ക് വിളിച്ചുകൊണ്ട് വരണം. നിങ്ങൾ നാളെ വരുമ്പോൾ തനിച്ച് വരരുത്. ഇന്ന് വന്ന വേറൊരാളുടെ കൂടെ വരാനല്ല പറഞ്ഞത്, ഇന്ന് വരാത്ത ഒരാളെ കൂടെ കൂട്ടിക്കൊണ്ടു വരണം. അങ്ങനെ ഈ പള്ളി നിറയണം. ദൈവമക്കളെ, ഈ വചനം എല്ലാവരും കേൾക്കട്ടെ. ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ, ഞാൻ എൻ്റെ ദൈവത്തോട് കൂടെയാണെങ്കിൽ എനിക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങളുണ്ട് എന്ന് നാളെ പറയാം. ഇപ്പോഴിവിടെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. ഇന്ന് തിരിച്ചറിഞ്ഞുകൊള്ളണം, കർത്താവ് എൻ്റെ കൂടെ ഇല്ലെങ്കിൽ ഞാനൊരു ശുദ്ധശൂന്യനാണ്. പെരുമ്പടവൻ ശ്രീധരൻ പറഞ്ഞ വാക്ക്, യേശുക്രിസ്തു എൻ്റെ കൂടെ ഇല്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല എന്നാണ്. അതുതന്നെ നമ്മുടെയും വികാരമായി മാറണം. അവൻ നമുക്ക് വേണ്ടി ജീവൻ തന്നവനാണ്. അവൻ നമ്മെ വീണ്ടെടുത്തവനാണ്. അവൻ നമ്മെ മുദ്രയിട്ടവനാണ്. അവൻ നമുക്ക് വേണ്ടി സ്വർഗത്തിൽ വീടൊരുക്കിയവനാണ്. അവൻ നമ്മെ തൻ്റെ സ്നേഹത്തിൽ ചേർത്ത് പിടിച്ചവനാണ്. അവൻ നമുക്ക് വേണ്ടി വീടൊരുക്കിയിട്ട് വീണ്ടും വരുമെന്ന് വാഗ്ദത്തം ചെയ്തവനാണ്. അതുകൊണ്ട് ഈ കർത്താവിൻ്റെ കരങ്ങളിൽ നമുക്ക് ചേർന്ന് ഇരിക്കാം, തലകളെ വണക്കാം, കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഭാഗ്യകരമായ ഈ നല്ല സായങ്കാലത്തിനായി, രാത്രികാലത്തിനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങളെ വിളിച്ച് അവിടുത്തെ ശ്രേഷ്ഠതയേറിയ പാദപീഠത്തിൽ ഇരുത്തിയിട്ട് വളരെ മനോഹരമായും മധുരമായും ഞങ്ങളോട് സംസാരിച്ചല്ലോ. കർത്താവേ, നീ ഞങ്ങളോട് കൂടെ ഇരിക്കുന്ന ദൈവമാണ്. നീ ഞങ്ങളെ സ്നേഹിച്ച് മാറോട് ചേർത്ത് പിടിക്കുന്ന ദൈവമാണ്. നീ ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്ന ദൈവമാണ്. നീ ഞങ്ങൾക്ക് വഴി കാണിച്ചു തരുന്ന ദൈവമാണ്. നീ ഞങ്ങൾക്ക് പോക്കുവഴികൾ ഉണ്ടാക്കി തരുന്ന ദൈവമാണ്. നീ ഞങ്ങളുടെ പരാജയങ്ങളെ വിജയങ്ങളാക്കി തീർക്കുന്ന ദൈവമാണ്. നീ ഞങ്ങളുടെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്ന ദൈവമാണ്. നീ ഞങ്ങളുടെ ബന്ധനങ്ങൾ അഴിക്കുന്ന ദൈവമാണ്. നീ ഞങ്ങൾക്ക് വേണ്ടി നിത്യതയിൽ വീടൊരുക്കുന്ന ദൈവമാണ്. എന്നാൽ ദൈവമേ, നീ ഞങ്ങളോട് കൂടെ ഇല്ലെങ്കിൽ ഞങ്ങൾ എത്രമാത്രം പരാജിതരാണ്. വേദപുസ്തകത്തിലെ പല സംഭവങ്ങളിലൂടെ നീ അത് ഞങ്ങളെ പഠിപ്പിച്ചു. ദൈവമേ, നിന്നെ മറന്നുപോയ നോഹയുടെ മക്കൾക്ക് ബാബേൽ കോട്ട പണി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ദൈവമേ, നിന്നെ മറന്നുപോയ ശിംശോന് ജീവിതത്തിൽ വലിയ പരാജയങ്ങൾ നേരിടേണ്ടി വന്നു.
ദൈവമേ, നിന്നെ മറന്ന് നിന്നോട് മത്സരിച്ച ആഹാന്റെ പാപം മൂലം ഇസ്രായേൽ പരാജയപ്പെട്ടു. ദൈവമേ, നിൻ്റെ സ്നേഹത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും വഴിവിട്ട് ലോകത്തിൻ്റെ സമൃദ്ധി തേടിപ്പോയ ആ ലോത്തിൻ്റെ ജീവിതം വളരെ ദുസ്സഹവും അങ്ങേയറ്റം ഹീനവുമായിപ്പോയി. സംഭവങ്ങൾ ഒരുപാട് ഞങ്ങളെ ചിന്തിപ്പിച്ചു. നീ ഞങ്ങളുടെ ജീവിതത്തിൽ പരാജയങ്ങൾ വരുന്നത് കർത്താവ് ഞങ്ങളുടെ കൂടെ ഇല്ലാത്തത് കൊണ്ടാണ്. അത് കർത്താവ് ഞങ്ങളെ ഉപേക്ഷിച്ചത് കൊണ്ടല്ല, ഞങ്ങൾ കർത്താവിനെ ഉപേക്ഷിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് ദൈവമേ, ഈ രാത്രി ഞങ്ങൾ കേട്ട വചനപ്രകാരം ഞങ്ങൾ മുഴുവൻ സമയവും കർത്താവിനോട് കൂടെ ഇരിപ്പാൻ, കർത്താവെ അവിടുന്ന് ഞങ്ങളോട് കൂടെ ഇരിപ്പാൻ, കർത്താവും ഞങ്ങളും ഒന്നായി ജീവിപ്പാൻ, കർത്താവിനെ കൂടാതെ ജീവിക്കാൻ വയ്യ എന്ന് പറയത്തക്കവണ്ണം നിൻ്റെ സ്നേഹത്തിൽ ചേർന്ന് നിൽക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരെയും വളരെ വിനയത്തോടെ താഴ്ത്തി നിൻ്റെ പാദപീഠത്തിൽ സമർപ്പിക്കുന്നു. നിൻ്റെ ദാസൻ്റെ ബലഹീനത ഇവിടുത്തെ കൃപ തികഞ്ഞു വന്നതുകൊണ്ട് സ്തോത്രം. ഈ ജനത്തിന് വേണ്ടി അവിടുന്ന് സംസാരിച്ചിരിക്കൊണ്ട് സ്തോത്രം. കർത്താവെ, അവിടുന്ന് പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾ നിനക്കും ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ. ആശീർവാദം പ്രാപിക്കാം. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ തമ്പുരാൻ്റെ കൃപയും സകലവും പരിപൂർണമാക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സംബന്ധവും ആവാസവും കാവലും കൂട്ടായ്മയും വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ ഇന്നും എന്നാളും എല്ലായ്പ്പോഴും ആവസിച്ചിരിക്കുമാറാകട്ടെ.